ഈ സൂപ്പർ പ്രൈം ഡിബേറ്റ് തുടരുകയാണ്. 75-ാം വയസ്സിൽ നരേന്ദ്രമോദി വിരമിക്കുമെന്ന അഭ്യൂഹത്തിന് ഇനി സ്ഥാനമില്ല. ഇന്ന് 75 പൂർത്തിയായപ്പോഴും പ്രധാനമന്ത്രി പദത്തിലേക്ക് മറ്റൊരു പേരില്ല. മൂന്നാം ടേമിൽ ലോക നേതാവായി ഉയരുമ്പോൾ മോദി ഇല്ലെങ്കിൽ BJPക്ക് ജയമില്ലെന്ന് പാർട്ടി തന്നെ ഉറപ്പിക്കുമ്പോൾ മോദിയെ താഴെയിറക്കാനാവാതെ ഇന്ത്യ സഖ്യം നയമില്ലാതെ വലയുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുകയാണ്. 75 കടക്കുന്ന മോദി മാജിക് ഇനി എത്ര നാൾ തുടരും? ശ്രീ മോഹൻ വർഗീസ്, ശ്രീമതി TP സിന്ധുമോൾ, ശ്രീ സേനാപതി വേണു, ശ്രീ സിബി സത്യൻ എന്നിവരാണ് പ്രൈം ഡിബേറ്റിൽ ചേരുന്നത്. ആദ്യം ശ്രീ മോഹൻ വർഗീസ്, 75 വയസ്സിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിരമിക്കും എന്നുള്ള അഭ്യൂഹത്തിന് ഇനി ഒരു സ്ഥാനവും ഇല്ല. നേരത്തെ അങ്ങനെ RSS മേധാവി ഒരു സൂചന നൽകിയതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലെ അദ്ദേഹത്തിൻ്റെ തന്നെ വിശദീകരണത്തോടുകൂടി ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. ഈ മൂന്നാം ടേമിൽ ഒരു ലോക നേതാവായി നരേന്ദ്രമോദി ഉയർന്നു വരുന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളുമാണല്ലോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മോദി ഇല്ലാതെ BJPക്ക് ജയിക്കാൻ കഴിയില്ല എന്നുള്ളൊരു സാഹചര്യം പോലും ഉരുത്തിരിഞ്ഞു വന്നു കഴിഞ്ഞല്ലോ. പാർട്ടിയേക്കാൾ തലപ്പൊക്കത്തിൽ വളരുന്ന നേതാവ്, ഒരുപക്ഷെ ഭാരതത്തെ മുഴുവനായി റെപ്രസെൻ്റ് ചെയ്യാൻ, ലോകത്തിന് മുന്നിൽ ഷോക്കേസ് ചെയ്യാൻ കഴിയുന്ന ഒരു നേതാവ്. ഇങ്ങനെയൊക്കെയെല്ലാം ഉള്ള പ്രതിച്ഛായയിലാണ് നരേന്ദ്രമോദി തൻ്റെ 75-ാമത്തെ ജന്മദിനം ഇന്ന് ആഘോഷിച്ചത്. യഥാർത്ഥത്തിൽ ആഘോഷിച്ചു എന്ന് പറയാനാവില്ല. അതൊരു വലിയ 75 എന്ന ലാൻഡ് മാർക്ക് ഏറെ ചർച്ചാ വിഷയമായ മാസങ്ങളാണ് കടന്നുപോയത്. ഒരുപക്ഷെ ഏവരും മറന്നിരുന്നൊരു വർഷമാണ് 75 വയസ്സിൻ്റെ ഒരു ലാൻഡ് മാർക്ക്. നരേന്ദ്രമോദി തന്നെ സൃഷ്ടിച്ചെടുത്ത ഒരു ഇമേജാണ്. 75 വയസ്സായി കഴിയുമ്പോൾ അച്ചടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ പാർലമെൻ്ററി രംഗത്തു നിന്നും മാറി നിൽക്കുകയും അവരൊരു പക്ഷേ കാര്യനിർവാഹക അല്ലെങ്കിൽ കാര്യവിചാരക് മണ്ഡൽ മാർഗനിർദ്ദേശക് മണ്ഡലിലേക്ക് മാറുകയുമൊക്കെ ചെയ്യുന്ന തൻ്റെ മുൻഗാമികളായ LK അദ്വാനിയുടെയും മുരളി മനോഹർ ജോഷിയുടെയും സുമിത്ര മഹാജൻ്റെയും എല്ലാം പാതകൾ പിന്തുടർന്നുകൊണ്ട് അങ്ങനെ പോകുമെന്ന പ്രതീക്ഷ ഒരു വിഭാഗം ആളുകളിൽ ഉണ്ടായിരുന്നു. ഈ ദിവസം വരെ ആ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ നരേന്ദ്രമോദി അനിവാര്യനാണ് എന്ന് BJP കരുതുകയും അദ്ദേഹം സ്വയം 75-ൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ താല്പര്യപ്പെടാതിരിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ആ ഒരു അനിശ്ചിതത്വത്തിൻ്റെ കാർമേഘം മാറിപ്പോകുന്നു. നരേന്ദ്രമോദി ഭാരതം കണ്ട ഏറ്റവും ദൈർഘ്യമുള്ള ദൈർഘ്യമുള്ള കാലാവധി പൂർത്തിയാക്കുന്ന പ്രധാനമന്ത്രിയെ ഒരുപക്ഷെ മാറുകയാണ്. നെഹ്റുവിയൻ ഒരു ഇന്നിങ്സിനേക്കാൾ ദീർഘമായ ഒരു ഇന്നിങ്സ് ആസ് ദ പ്രൈം മിനിസ്റ്റർ ഒരുപക്ഷെ നരേന്ദ്രമോദിക്ക് ഈ ടേം അവസാനിക്കുന്നതിന് മുമ്പ് കരഗതമാകാൻ സാധ്യതയുണ്ട്. ഇവിടെയാണ് എത്രത്തോളം അനിവാര്യനാണ് ഒരു വ്യക്തി. യഥാർത്ഥത്തിൽ ഒരു സംഘപരിവാർ ചിന്തയനുസരിച്ച് ഒരു വ്യക്തിക്കല്ല, മറിച്ച് രാഷ്ട്രത്തിനാണ് പ്രാധാന്യം ഉണ്ടാവേണ്ടത്. രാഷ്ട്രത്തിൻ്റെ ഭാഗതയും നിർണ്ണയിക്കാൻ ഒരു നല്ല ശക്തമായ ലീഡർഷിപ്പ് ഉണ്ടാകണം എന്ന ചിന്തയുമുണ്ട്. പക്ഷേ നരേന്ദ്രമോദി ആ കൺവെൻഷണൽ പാറ്റേൺ എല്ലാം തന്നെ ഒരു പരിധി വരെ മാറ്റി വെച്ചുകൊണ്ട് തൻ്റേതായ ഒരു കയ്യൊപ്പ്, മോദിയുടെ തിരഞ്ഞെടുപ്പ്, മോദിയുടെ ഗ്യാരണ്ടി, ഈ രീതിയിൽ തിരഞ്ഞെടുപ്പ് ചിത്രം തന്നെ മോദിമയമാക്കി മാറ്റി അതൊരു വിജയ ഫോർമുലയായി 3 തെരഞ്ഞെടുപ്പുകളിൽ കണ്ടതാണ്. 1-ാം തെരഞ്ഞെടുപ്പ്, 2-ാം തെരഞ്ഞെടുപ്പ്, 3-ാം തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ മോദി പ്രഭാവത്തിന് തെല്ലുമങ്ങലേറ്റതായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നു. അപ്പോഴും ഘടകകക്ഷികളെ ഒരുമിച്ച് നിർത്താൻ, BJPയെ ഉദ്ദീപിപ്പിച്ച് നിർത്താൻ ഗാൽവനൈസിംഗ് ഇഫക്റ്റായി ശ്രീ നരേന്ദ്രമോദി മാത്രമേ ഉള്ളൂ. മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ ലോക രാഷ്ട്രീയത്തിൽ ഇന്നത്തെ നിലയിൽ താരമൂല്യമുള്ള നേതാക്കളുടെ പട്ടികയിൽ മോദിയുടെ സ്ഥാനം വളരെ മുകളിലാണ്. അതായത് കഴിഞ്ഞ 2 ടേമിനെയും താരതമ്യപ്പെടുത്തുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണാവുന്നത് ഇതാണ് അല്ലേ? കഴിഞ്ഞ 2 ടേമിലും മോദി വാസ് നെവർ കൺസിഡേർഡ് ആസ് എ ഗ്ലോബൽ ലീഡർ. ഗുജറാത്ത് മുഖ്യമന്ത്രിയായ ഒരാൾക്ക് എങ്ങനെയാണ് ലോകത്തിൻ്റെ രാഷ്ട്രീയം മനസ്സിലാവുക? അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു 10 വർഷം മുൻപ്. മോദി ചുമതല ഏറ്റെടുക്കുമ്പോൾ ഒരു ചിന്തയുണ്ടായിരുന്നു, വിദേശ നയം അദ്ദേഹത്തിന് വഴങ്ങുമോ എന്ന ഒരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ പടിപടിയായി അദ്ദേഹം ഗ്ലോബൽ അറീനയിൽ തൻ്റെ മാറ്റ് തെളിയിക്കുന്ന ഒരു കാഴ്ച കണ്ടു. അതുമാത്രമല്ല ദീർഘകാലം അധികാരത്തിലിരുന്ന ആളുകൾ, അത് ഡൊണാൾഡ് ട്രംപ് ആണെങ്കിലും രണ്ടാം ഇന്നിങ്സാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ഇന്നിങ്സിൽ തന്നെ മോദി പ്രധാനമന്ത്രിയായിരുന്നു ഇന്ത്യയിൽ. വ്ളാഡിമിർ പുടിൻ ആകട്ടെ, ഷീ ജിൻപിങ് ആകട്ടെ, ലോക നേതാക്കളിൽ പലരുമായും തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ തക്ക സൗഹൃദവും ഒരു പേഴ്സണൽ ഡിപ്ലോമസിയുടെ സാധ്യതകളും മോദി പരിശോധിച്ചു. പക്ഷേ ഏറ്റവും വൈകിയ വേളയിൽ പേഴ്സണൽ ഡിപ്ലോമസിക്ക് അതിൻ്റേതായ പരിമിതികളുണ്ട് എന്ന് ഒരുപക്ഷെ വേദനയോടുകൂടി നരേന്ദ്രമോദി മനസ്സിലാക്കുന്നു. പക്ഷേ എബിലിറ്റി ഓഫ് ദ ലീഡർ ഈസ് ടു ചേഞ്ച്. വെൻ ദ ഗോയിങ് ഗെറ്റ്സ് ടഫ്, ദ ടഫ് ഗെറ്റ് ഗോയിങ് എന്നാണല്ലോ പറയുക. അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ വ്യാപാര യുദ്ധം
ടാരിഫ് യുദ്ധം കൊടുമ്പിരിക്കൊണ്ട് നിൽക്കുമ്പോൾ മാറി ചിന്തിക്കാനും വേണ്ടി വന്നാൽ നിങ്ങളുടെ ശത്രുക്കളുമായി കൈകോർക്കാൻ ഭാഗികമായിട്ടെങ്കിലും ഞങ്ങൾ തയ്യാറാകും എന്ന സന്ദേശം കൊടുക്കുന്ന നരേന്ദ്രമോദിയും കണ്ടു. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ ഉൾപ്പെടെ ഇപ്പോഴത്തെ അവസാന വാക്കായി മോദി മാറിയിരിക്കുന്നു. ഒരു ടീമിനെ, വിദേശ ടീമിനെ പ്രത്യേകിച്ച് ശ്രീ സേനാപതി വേണു, അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോൾ നേരത്തെ കോൺഗ്രസ് ഒക്കെ പലതവണ ആവശ്യപ്പെട്ടിരുന്നു, ഈ പ്രധാനമന്ത്രി തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു വ്യവസ്ഥയാണ് 75-ാമത്തെ വയസ്സിൽ BJP-യിൽ പ്രധാനപ്പെട്ട പദവികളിൽ ഇരിക്കരുത്, അത് മറ്റുള്ളവർ സജീവമായിട്ട് വരട്ടെ എന്നുള്ള കാര്യം. അപ്പോൾ അത് സ്വന്തം കാര്യത്തിലും അദ്ദേഹം അത് നടപ്പിലാക്കുവാൻ തയ്യാറാകണമെന്ന ആവശ്യം ഉയർന്നതാണ്. പക്ഷേ കത്തിജ്വലിച്ചു നിൽക്കുന്ന ഒരു സമയത്ത് അങ്ങനെ മാറിക്കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അതാരാണെങ്കിലും, ഏത് പാർട്ടിയാണെങ്കിലും, ഏത് പ്രസ്ഥാനമാണെങ്കിലും, ഏത് സ്ഥാപനമാണെങ്കിലും അത്തരത്തിലൊരു അബദ്ധം ചെയ്യുകയില്ലല്ലോ. മോദി ഇല്ലാതെ BJP-ക്ക് ജയിക്കുവാൻ കഴിയില്ല എന്നുള്ള ഒരു ഇമേജ് വന്നിരിക്കുന്നു. അതുമാത്രമല്ല, പാർട്ടിക്കുള്ളിലും മുറുമുറുപ്പുകളില്ല. ഈ RSSന്റെ പഴയൊരു നേതാവ് മോറോപ്പന്ത പിങ്കളെ ആണ് ആദ്യമായി ഈ 75 വയസ്സ് എന്നുള്ള ഒരു കട്ട് ഓഫ് ഡേറ്റ് വെക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് അറിയത്തില്ല. ഏതായാലും അത് പിന്നീട് അതിനെക്കുറിച്ച് വളരെ സജീവമായ ചർച്ച ശ്രീ മോഹൻ ഭാഗവത്തിന്റെ പ്രസ്താവനയിലുണ്ടായി. നരേന്ദ്രമോദി തന്നെ പറയുകയുണ്ടായി. ഇവിടെ ഡോക്ടർ മോഹൻ വർഗീസ് സാർ പറഞ്ഞതുപോലെ BJP-യുടെ മുതിർന്ന നേതാക്കൾ, അദ്വാനി മുതൽ ഇങ്ങോട്ട് വന്ന ജസ്വന്ത് സിംഗ് വരെയുള്ള മുഴുവൻ ആളുകളും മാർഗദർശി മണ്ഡലിലേക്ക് പോവുകയും ശ്രീ നരേന്ദ്രമോദി അധികാരത്തിലേക്ക് വരികയും ചെയ്തു. അപ്പോൾ മോദിയും ഇടയ്ക്കൊക്കെ ഈ നാട്ടിലെ ജനങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നത് 75 വയസ്സ് കട്ട് ഓഫ് ഡേറ്റ്, അത് കഴിഞ്ഞാൽ പിന്നെ പുതിയ തലമുറയ്ക്ക് അധികാരത്തിൽ വരാനുള്ള അവസരം. ഇവിടെ രണ്ടുപേരെയാണ് ഈ കാര്യത്തിൽ നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ടത്. ഒന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി. 2 ടേമിൽ കൂടുതൽ മത്സരിക്കുന്നവരാരും പിന്നെ മത്സരിക്കാൻ പാടില്ല. 75 കഴിഞ്ഞവരെല്ലാം മാറി നിൽക്കണം. അത് ബാധകമല്ലാത്ത ഒരാൾ കേരളത്തിൽ ശ്രീ പിണറായി വിജയൻ. എന്താണ് അതിന്റെ കാരണം? ഇവർക്കുള്ള ദിവ്യത്വം എന്താണെന്ന് അറിയില്ല. ഇത് തന്നെയാണ് ഇപ്പൊ BJP-യിലും സംഭവിച്ചിരിക്കുന്നത്. എല്ലാവരും മാറി നിൽക്കുക 75 കഴിയുമ്പോൾ. പക്ഷെ ഞാൻ മാത്രം മാറിയല്ല. ഇപ്പൊ മോഹൻ ഭാഗവത്തും പറയുന്നു ഞാനും മാറിയല്ല. ഇത് പൊളിറ്റിക്സിലെ ഒരു എന്താ നമ്മൾ പറയുന്ന ഒരു എത്തിക്സ് ഇല്ലായ്മയോ അല്ലെങ്കിൽ ഒരു അധാർമിക രാഷ്ട്രീയം എന്നേ നമുക്ക് ഇതിൻ്റെ അകത്ത് പറയാൻ കഴിയുള്ളൂ. ഇപ്പോൾ മോദി 75 വയസ്സ് പൂർത്തീകരിച്ചു പ്രധാനമന്ത്രി എന്ന നിലയിൽ അത് സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാരുടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ 75-ന് അപ്പുറം കിടക്കാൻ എല്ലാവർക്കും ഒന്നും ഭാഗ്യം കിട്ടിയിട്ടില്ല. ഒന്നാമത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 17-18 വർഷക്കാലം ഭരിച്ചു. പക്ഷേ അദ്ദേഹം 75-ലേക്ക് എത്തിയില്ല. 75-ൽ എത്തണമായിരുന്നുവെങ്കിൽ 1964 മെയ് 27-ൽ അദ്ദേഹം മരിച്ചു. നവംബർ 14 വരെ പോയിരുന്നുവെങ്കിൽ മാത്രമേ അദ്ദേഹം 75-ൽ എത്തുകയുണ്ടായിരുന്നുള്ളൂ. ഇന്ദിരാഗാന്ധി ഏതാണ്ട് 64-65 ആയപ്പോഴത്തേക്കും ഇന്ദിരാഗാന്ധിയും ജീവൻ വെടിയേണ്ടി വന്നു. രാജീവ് ഗാന്ധിയുടെ സ്ഥിതിവിശേഷം. ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് ഒന്നും 75-ൽ എത്താൻ കഴിഞ്ഞില്ല. 75-ന് മുകളിലുള്ള ഒരു പ്രധാനമന്ത്രി ആദ്യം ഇന്ത്യയിൽ വരുന്നത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ മൊറാർജി ദേശായിയാ. 80-83 വയസ്സിലാണ് അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നത്. അതിനുശേഷമുള്ളവരുടെയും ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ വാജ്പേയി എത്ര വയസ്സിൽ എന്ന് എനിക്ക് ഓർമ്മയില്ല. നരസിംഹറാവു ഉണ്ടാകും, ഡോക്ടർ മൻമോഹൻ സിംഗും ഉണ്ടാകും. ബാക്കി ആളുകളെല്ലാം പ്രധാനമന്ത്രിമാർ ഒരു 60 മുതൽ 70-75 വരെ ആയപ്പോഴേക്കും അവരുടെയൊക്കെ രാഷ്ട്രീയ ജീവിതം അവസാനിക്കുകയോ അല്ലെങ്കിൽ അവരെല്ലാം അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ് ഇന്ത്യയുടെ ചരിത്രം. അല്ലെങ്കിൽ എന്താ പറയുക, പഴയകാല പ്രധാനമന്ത്രിമാരെ കുറിച്ചൊക്കെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇദ്ദേഹം 75-ാം വയസ്സിൽ വിരമിക്കണമെന്ന് പറയുന്നതിനൊരു കാരണം പോലും കണ്ടെത്തുവാൻ കഴിയുന്നില്ല. ഇല്ല അല്ല ഞാൻ അതിലേ ഞാൻ പറഞ്ഞത് പിങ്കളെ എന്ന് പറയുന്ന പഴയ ഒരു RSS നേതാവാണ്. അദ്ദേഹം എന്താ പറഞ്ഞ നാഗപ്പൂരിലെ ഒരു RSSൽ ഇവരുടെ പ്രചാരകന്മാരെയൊക്കെ അഭിസംബോധന ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹമാണ് ഇങ്ങനെ ഒരു വാദഗതി മുന്നോട്ട് വെച്ചത്. 75-ൽ RSSന്റെ മുതിർന്ന നേതാക്കളും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കളും ഒക്കെ വിരമിച്ചുകൊണ്ട് പുതിയ തലമുറയ്ക്ക് കടന്നു വരാനുള്ള അവസരം കൊടുക്കണമെന്നുള്ള അത് മോഹൻ ഭാഗവത് അതിനും കാര്യം വന്നു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഈ തീരുമാനത്തിലേക്ക് അദ്ദേഹം വരുന്നില്ല എന്നുള്ളത് അത് വളരെ കൗതുകരമായ ഒരു ചോദ്യമാണ്. ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടോ ശരിക്കും പറഞ്ഞാൽ? യഥാർത്ഥത്തിൽ ആ ഒരു ഡിബേറ്റിന് ഇനിയിപ്പം വലിയ പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം 75 എന്ന നാഴികക്കല്ല് പിന്നിട്ടു. അദ്ദേഹം തിരിഞ്ഞു നോക്കാൻ തയ്യാറല്ല. താൻ തന്നെ സെറ്റ് ചെയ്ത ബെഞ്ച് മാർക്കിൽ നിന്നും അത് തനിക്ക് ബാധകമല്ല എന്ന് തീർച്ചയായും അദ്ദേഹം പറയാതെ പ്രവൃത്തിയിലൂടെ കാട്ടുകയാണ്. അതുകൊണ്ട് അദ്ദേഹം അനിവാര്യനാണ് എന്ന ഒരു ഇമേജ് പാർട്ടിക്കുള്ളിലുണ്ട്, അദ്ദേഹത്തിന് തന്നെ ഉള്ളതുപോലെ തോന്നുന്നു. അത് മാത്രമല്ല, വേറൊരു പേര് ഫ്ലോട്ട് ചെയ്യാൻ പാർട്ടിക്കുള്ളിൽ ആരും തയ്യാറാകാത്തത് കൊണ്ട് യഥാർത്ഥത്തിൽ അതൊരു പൂർണ്ണമായി അടഞ്ഞ അധ്യായമായി. ശരി, ശ്രീ സിബി സത്യൻ, താങ്കൾ ഇതിനോട് യോജിക്കുകയാണല്ലോ അല്ലേ? കാരണം മറ്റൊരു പേര് സജസ്റ്റ് ചെയ്യാനില്ല. അപ്പോൾ പിന്നെ ഈ 75 വയസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമേ വരുന്നില്ലല്ലോ. മഞ്ജുഷ്, ഇതിനെ 2 രീതിയിൽ കാണേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നെന്ന് പറയുന്നത് ഒരു 2ാം നിരയിൽ നിന്ന് ഒരാളുടെ പേര് ചൂണ്ടിക്കാണിക്കാനില്ലാത്തത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരാജയമാണ് ആദ്യത്തെ തവണയായിട്ട്.
കാരണം എനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്ന അവസ്ഥയാണ് അതുണ്ടാക്കുന്നത്. BJP ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഭരണം നടത്തുന്ന ഒരു പാർട്ടിയാണ്. കഴിഞ്ഞ 2 ടേമായിട്ട് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നു, 3ാമത്തെ ടൈമിലേക്ക് കടക്കുന്നു. അപ്പൊ അതിനകത്ത് ഒരാൾക്ക് പകരം വെക്കാൻ മറ്റൊരാളില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ വരുന്ന ആ പാർട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും? ഈ പറഞ്ഞ പാർട്ടിയിൽ അടുത്ത തലമുറയിൽ നിന്ന് ആരാണ് നയിക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വരിക? അപ്പൊ അങ്ങനെ അടുത്തൊരു കൃത്യമായ സക്സഷൻ പ്ലാൻ ഇല്ലാതെ, 2ാം നിര ഇല്ലാത്ത ഒരു പാർട്ടി എന്ന് പറയുന്നത് ഒരു വലിയ പരാജയം തന്നെയാണല്ലോ ഒരു ജനാധിപത്യ സമൂഹത്തിൽ. അപ്പൊ അത് ഒരു വലിയ പ്രശ്നമാണ്. ഇനി 2ാമത്തെ വിഷയം എന്ന് പറയുന്നത് നിയമങ്ങൾ തനിക്കുള്ളതല്ല മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എന്ന് പറയുന്ന വേറൊരു വിഷയം. നേരത്തെ പറഞ്ഞ എനിക്ക് മോഹൻ വർഗീസ് സാറ് പറഞ്ഞ 1-2 കാര്യങ്ങളോടുള്ള ഒരു ചെറിയ വിയോജിപ്പ് കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയാം. അതായത് നമ്മളുടെ ഈ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ ഒരു വലിയ വിശ്വപ്രഭാവനായിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മളുടെ എന്താ പറയുക, വിദേശ നയത്തിലും വിദേശകാര്യത്തിലും ഒക്കെ ഉള്ള ഒരു വലിയ ഇൻഫ്ലുവൻസർ ആയിട്ടൊക്കെ ഇപ്പം ഈ പറഞ്ഞ മാധ്യമങ്ങളും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും IT സെല്ലുകളും ഒക്കെ വളരെ വാഴ്ത്തിപ്പാടുന്നുണ്ട്. അടിസ്ഥാനപരമായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ വാഴ്ത്തിപ്പാടുന്ന ഈ മുഴുവൻ സംഗതിയും പുള്ളി തന്നെ ചെയ്ത ബ്ലണ്ടറിന്റെ ഒരു തിരുത്തൽ മാത്രമല്ലേ എന്ന് നമ്മൾ സ്വയം ചോദിക്കേണ്ടതല്ലേ? ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ലോകം 2 ഭാഗങ്ങളായിട്ട് വിഭജിച്ചിരുന്നു. അതായത് ശീതയുദ്ധത്തിന്, 2ാം ലോക മഹായുദ്ധത്തിന്റെ അവസാനം ശീതയുദ്ധം ആരംഭിക്കുകയും സോവിയറ്റ് യൂണിയനും റഷ്യയും 2 സൈഡിലാക്കി നിൽക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തില് ഇന്ത്യ ആരുടെ കൂടെയാണ്? ഇന്ത്യ എന്നൊരു വളരെ ദരിദ്രമായ രാഷ്ട്രമാണ്, വളരെ ചെറിയ രാഷ്ട്രമാണ്. ഇന്ത്യയുടെ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ സമയത്ത് ഈ പറഞ്ഞ റഷ്യയോടും ഈ പറഞ്ഞ അമേരിക്കയോടും കൂട്ടുചേരാതെ യുഗോസ്ലാവിയയിലെ ടിറ്റോയോടും ഈജിപ്തിലെ നാസറിനോടും ഒക്കെ ചേർന്നിട്ട് ഒരു ചേരിചേരാ പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു 3ാമതൊരു ചേരി ഉണ്ടാക്കി. ഈ ലോകത്തിലെ 29ഓളം രാജ്യങ്ങളെ അതിനകത്ത് അണിനിരത്തി ഒപ്പം നിർത്താൻ സാധിച്ച ഒരു വലിയ ഭരണാധികാരിയായിരുന്നു നെഹ്റു. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പറയുന്നത്, ഇന്ന് നമ്മൾ നരേന്ദ്രമോദിയെ പറ്റി പറയുമ്പോൾ ഇന്ന് ഈ നരേന്ദ്രമോദിയുടെ ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ അതിശക്തമായ, വളരെ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള, വളരെ ഡെവലപ്പിംഗ് ആയിട്ടുള്ള രാജ്യങ്ങളൊന്നാണ്. കഴിഞ്ഞ ഒരു 80 വർഷത്തെ ജേർണിയുടെ ഭാഗമായിട്ട് അത് വളരെ ശക്തമായ ഒരു നിലയിലെത്തി നിൽക്കുന്നു. അപ്പൊ ആ നിലയിലെത്തി നിൽക്കുന്ന ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദിയുടെ സ്ഥാനത്ത് ആര് വന്നാലും, അത് നാളെ അമിത്ഷാ വന്നാലും, നാളെ യോഗി വന്നാലും, നാളെ രാഹുൽ ഗാന്ധി വന്നാലും, ആര് വന്നാലും ഇതേ സ്റ്റേച്ചർ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പൊ ആ ഒരു സ്റ്റേച്ചറിൽ ഒരാൾ നിന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങളും, പണ്ട് ഒന്നുമില്ലാതിരുന്ന ദരിദ്രമായ ഒരു ഇന്ത്യയുടെ ഭരണാധികാരി ലോകത്തിലെ രാജ്യങ്ങളെ സംഘടിപ്പിച്ച് ഒരു വലിയ ശീതയുദ്ധ കാലത്ത് ഒരു 3ാം കക്ഷി, 3ാം പക്ഷം ഉണ്ടാക്കുകയും ചെയ്തതൊക്കെ എന്ന് പറയുന്നത് വളരെ സാഹസികമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് ചരിത്രപരമായിട്ട് വേണം നമ്മൾ ഇത്തരം കാര്യങ്ങളെ നോക്കാനെന്നാണ് എൻ്റെ ഒരു പോയിന്റ്. 2ാമത്തെ കേസിൽ ഞാൻ പറയുന്നത്, ഈവൻ ഇന്ദിരാഗാന്ധിയുടെ കാലം എടുക്കുക. അന്ന് അമേരിക്കയുടെ വെല്ലുവിളികൾ മറികടന്നിട്ട് പാകിസ്ഥാനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് പാകിസ്ഥാനെ 2ആയിട്ട് വിഭജിച്ച് ബംഗ്ലാദേശ് എന്ന രാജ്യം ഉണ്ടാക്കി അതിശക്തമായ ഒരു നീക്കം നടത്തി റഷ്യയുടെ സഹായം ഉറപ്പിച്ചുകൊണ്ട്, ശീതയുദ്ധകാലത്ത് റഷ്യയുടെ സഹായം ഉറപ്പിച്ചുകൊണ്ട് അങ്ങനെ ചെയ്ത ഒരാളാണ് ഇന്ദിരാഗാന്ധി. ഈവൻ അതിനുശേഷം വന്ന നരസിംഹറാവു ആയാലും വാജ്പേയി ആയാലും അല്ലെങ്കിൽ മൻമോഹൻ സിംഗ് ആയാലും എല്ലാവരും പ്രധാനമന്ത്രി എന്ന നിലയിൽ സ്കോളർമാരായിട്ടും അല്ലാതെയും ഒക്കെ ഈ ലോക എന്താ പറയുന്നത് ഭൂപടത്തിൽ അവരുടേതായ സ്ഥാനം ഉറപ്പിച്ച ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് ഇവരെക്കാൾ എല്ലാം വളരെ ഉയർന്നു നിൽക്കുന്ന മോദി എന്ന് പറയുന്ന ഒരു പ്രസ്താവനയോട് എനിക്ക് 100% യോജിക്കാൻ പറ്റാത്തതിന്റെ മറ്റൊരു കാരണം കൂടി, അതായത് അദ്ദേഹം ലോകത്തിലെ എല്ലാ ലോക നേതാക്കന്മാരെയും കണ്ട് വളരെ പേഴ്സണൽ സൗഹൃദമുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് അവരെ കെട്ടിപ്പുണരുന്ന ഇംഗ്ലീഷ് മാധ്യമങ്ങൾ ഹഗ്ലോമസി എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ അതിനകത്ത് ഉണ്ടാക്കി. അതായത് ഡിപ്ലോമസിയും ഹഗ്ഗും കൂടെ ചേർത്തുകൊണ്ട് ഹഗ്ലോമസി എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഹഗ്ലോമസിയിലൂടെ ഈവൻ ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം സുഹൃത്ത്, ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അഭിസംബോധന ചെയ്യുന്നത്. അപ്പൊ ഒരു രാജ്യത്തിന്റെ തലവനും മറ്റു രാജ്യത്തിന്റെ തലവനും തമ്മിലുള്ള ബന്ധം വളരെ പേഴ്സണലായ ഒരു സംഭവമാക്കി ചുരുക്കിക്കൊണ്ട് രാജ്യങ്ങളല്ല വ്യക്തികളാണ് പ്രധാനം, വിദേശ നയങ്ങൾ വ്യക്തികളുടെ ബന്ധത്തിന്റെ പേരിൽ തീരുമാനിക്കാൻ തുടങ്ങിയ വലിയ മണ്ടത്തരങ്ങൾ അദ്ദേഹം ചെയ്തു കൂട്ടി. പക്ഷേ അമേരിക്കയുടെ ഭാഗത്ത് സമ്മർദ്ദം ഉണ്ടായപ്പോൾ അദ്ദേഹം ആ സൗഹൃദത്തിന്റെ, അല്ലെ, ഒരു വ്യക്തിപരമായ സൗഹൃദത്തിന് വഴങ്ങിക്കൊണ്ട് നിൽക്കുവാൻ തയ്യാറായതുമില്ല. ശ്രീ മോഹൻ വർഗീസ്, രാജ്യ താല്പര്യം മുന്നിൽ നിർത്തി തൻ്റെ വ്യക്തിപരമായ, ട്രംപിനോടുള്ള വ്യക്തിപരമായ അടുപ്പം മാറ്റിവെച്ചതിന് ശേഷം ഒരു നിലപാടെടുക്കേണ്ടപ്പോൾ അദ്ദേഹം നിലപാടെടുക്കേണ്ടി വന്നു. അത് നിലപാടെടുക്കേണ്ടി വന്നു എന്നല്ല, എടുത്തു എന്നതാണ് വസ്തുത. അപ്പോൾ അവിടെ അദ്ദേഹത്തെ വേറിട്ട് കാണേണ്ടതുണ്ട്. കാരണം ഒരു വ്യക്തിപരമായ ഒരു ബന്ധവും യഥാർത്ഥത്തിൽ ഒരു ബാധ്യതയാകുന്നില്ല. രാജ്യ താല്പര്യം വരുമ്പോൾ നേഷൻ ഫസ്റ്റ് എന്ന് ട്രംപ് പറഞ്ഞാൽ ഇവിടെ നിന്നുകൊണ്ട് നേഷൻ ഫസ്റ്റ് എന്ന് പറയാൻ കഴിയുന്നു എന്നാണ് പ്രധാനം. ഇവിടെ ആ പറഞ്ഞതുകൊണ്ട് ഭാരതത്തിന് നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അത് കുറച്ചുകൂടി കഴിഞ്ഞ് തീരുമാനിക്കേണ്ട കാര്യമാണ്. കാരണം ഈ പറയുന്ന ഡിപ്ലോമസിയുടെ ഒരു വേഗത
വഗറീസ് ഇൻ ഡിപ്ലോമസി. അത് യഥാർത്ഥത്തിൽ വീണ്ടും ഒന്ന് പുനഃപരിശോധിക്കേണ്ടതാണ്. അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധം പൂർണ്ണമായി പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന്റെ ഡിപ്ലോമസി. ഇപ്പോൾ ശ്രീമതി ടി പി സിന്ധുമോൾ കൂടി. ശ്രീമതി ടി പി സിന്ധുമോൾ, ഇപ്പോൾ സിബി സത്യൻ ഇവിടെ വിശേഷിപ്പിച്ചത് ആലിംഗന നയതന്ത്രം, അതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേത് എന്നാണ്. അത് ഒരു വിമർശനമായിട്ടാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഇവിടെ വിമർശനങ്ങൾ അദ്ദേഹം വന്ന കാലം മുതൽക്കുണ്ട്. പ്രധാനമന്ത്രിയായ സമയത്തല്ല, അതിനു മുമ്പ് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് തൊട്ട് വിമർശനങ്ങൾക്ക് യാതൊരു കുറവുമില്ല. പക്ഷേ നരേന്ദ്രമോദിജിയെ സംബന്ധിച്ച് നമ്മൾ കാണുമ്പോൾ ആ വിമർശനങ്ങൾക്കൊപ്പം അതിൻ്റെ 100 ഇരട്ടി വേഗതയിൽ വികസനം രാജ്യത്തെത്തിക്കുക എന്നുള്ള പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്ര തന്ത്രജ്ഞനാണ്. ഞാൻ എല്ലാ വിയോജിപ്പും ശ്രീ സിബി സത്യനോട്, അദ്ദേഹത്തോട് എല്ലാ വിയോജിപ്പും ചേർന്ന് നിന്നുകൊണ്ട് തന്നെ പറയട്ടെ. അദ്ദേഹം പറഞ്ഞതിനെ ഞാൻ കേട്ടു. നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിത്വത്തെ അദ്ദേഹം സ്വയം പ്രദർശിപ്പിച്ചുണ്ടാക്കിയതല്ല, നിങ്ങൾ കൊടുക്കുന്ന നരേറ്റീവാണത്. ഈ രാജ്യത്തിന് അദ്ദേഹം ആവശ്യമായി വന്നു എന്ന് ഈ രാജ്യം തന്നെ പതുക്കെ പതുക്കെ തെളിയിച്ചതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം 3ാമതും പ്രധാനമന്ത്രി സ്ഥാനത്തെത്തിയിരിക്കുന്നത്, ഇന്നും ഭരണം തുടരുന്നത്. മറ്റൊന്നിന്ന് ആഗോള രാഷ്ട്രീയ വ്യവസ്ഥിതി അല്ലെങ്കിൽ ആഗോള വ്യവസ്ഥിതിയിലേക്ക് നോക്കിയാൽ ഇന്ന് ഇന്ത്യ അതിൻ്റെയൊക്കെ നേതൃസ്ഥാനത്തേക്ക് എത്തുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. ഇത് പലരെയും ഇന്ത്യക്കുള്ളിൽ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ 75 വയസ്സ് പരാമർശം പറഞ്ഞു. മോഹൻജി ഭാഗവത് പറഞ്ഞത് എന്താണ്? അദ്ദേഹം 75 വയസ്സിൽ പുറത്തേക്ക് പോകണം എന്നല്ല പറഞ്ഞത്. അത് സ്വന്തമായി വ്യക്തിപരമായി തീരുമാനമെടുക്കാനായിട്ട് വേണമെങ്കിൽ പറ്റുമെന്നേ അദ്ദേഹം പറഞ്ഞുള്ളൂ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് വ്യക്തത പിന്നീട് വരുത്തിയിരുന്നു. അതാരും പറഞ്ഞു കേട്ടില്ല. ഇപ്പോൾ 75 വയസ്സാകാൻ പോകുന്നു നരേന്ദ്രമോദിജിക്ക്, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക്. അതുകൊണ്ട് സംഘത്തിൻ്റെ സർസംഘചാലക് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇനി അവിടെ നിന്ന് ഒഴിയണം എന്നൊക്കെയുള്ള നരേറ്റീവ് ഉണ്ടാക്കിയത് ഇവിടുത്തെ മറ്റു രാഷ്ട്രീയ കക്ഷികളാണ്, അല്ലെങ്കിൽ അത്തരം സ്ഥാപിത താല്പര്യക്കാരാണ്. ഇവിടെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചോ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചോ സംഘത്തെ സംബന്ധിച്ചോ RSSനെ സംബന്ധിച്ചോ അങ്ങനെ ഒരു ചർച്ചയും ഒരു തീരുമാനവും ഒരിടത്തും എടുത്തിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ അത് 11 വർഷം മുമ്പ് ഗോവ ദേശീയ നിർവാഹക സമിതിയിൽ എടുത്ത ആ തീരുമാനത്തെ കുറിച്ചാണ്, അതിലേക്കാണ് പോകുന്നത്. അതെ, ആ അഭിപ്രായത്തെ എന്താണ് പറഞ്ഞത്, ക്രോഡീകരിച്ചുകൊണ്ട് സംഘത്തിൻ്റെ സർസംഘചാലക് നടത്തിയ ഒരു സംഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു പോയ കാര്യങ്ങളാണ്. അതിൽ ക്ലാരിറ്റി വരുത്തുകയും ചെയ്തു. അല്ല, ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരുന്നു എന്നാണല്ലോ. അതുകൊണ്ടാണല്ലോ മാർഗദർശക് മണ്ഡലിലേക്ക് പലർക്കും മാറിപ്പോകേണ്ടി വന്നത്, അദ്വാനിയെ പോലെയുള്ളവർക്ക്. അങ്ങനെയല്ല, അങ്ങനെ ഒരു നിർദ്ദേശം അദ്ദേഹം ഒരിക്കലും പരസ്യമായിട്ട് മുന്നോട്ട്, അങ്ങനെ ഒരു വ്യക്തിക്ക് BJP പോലെയുള്ള ഒരു കേഡർ സംവിധാനത്തിൽ ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു കാര്യം തീരുമാനമെടുക്കാൻ സാധിക്കില്ല. അദ്ദേഹം പ്രധാനമന്ത്രിയാണ്, സമ്മതിച്ചു. അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഇവിടുത്തെ 140 കോടി ജനങ്ങളെ നോക്കിക്കാണേണ്ട ആളാണ്, ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്നാൽ അദ്ദേഹം ആ ഭാരതീയ ജനതാ പാർട്ടിയുടെ കോർ ടീമാണ്, ദേശീയ കോർ ടീമിലെ അംഗമാണ്. അപ്പോൾ അവിടെ അദ്ദേഹത്തിന് മാത്രം ഒരു തീരുമാനമെടുക്കാൻ സാധിക്കില്ല. അങ്ങനെ ഒരു നയമോ പിന്തുടർച്ചയോ ഒന്നും BJPക്കോ RSSനോ ഇന്നേ വരെയില്ല. പിന്നെ ഇവിടെ മോദി പ്രഭാവം ഉണ്ടായിട്ടുണ്ട്. ആർക്കാ അതിൽ സംശയം? മോദി ഗ്യാരണ്ടി അദ്ദേഹം പറഞ്ഞതെല്ലാം നടപ്പിലാക്കിയിട്ടുണ്ട്. ആർക്കാ അതിൽ സംശയം? മോദി പ്രഭാവം വരുമ്പോഴും മോദി ഗ്യാരണ്ടി അദ്ദേഹം പറയുമ്പോഴും അദ്ദേഹത്തിന് വ്യക്തമായിട്ടറിയാം അദ്ദേഹത്തിൻ്റെ പുറകിൽ ലക്ഷോപലക്ഷം കോടിക്കണക്കിന് വരുന്ന ആളുകളുടെ അവരുടെ വളരെ അചഞ്ചലമായിട്ടുള്ള ഒരു സ്നേഹവും കരുതലും ഒക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അങ്ങനെയുള്ള വാക്കുകൾ പറയുന്നതും അല്ലെങ്കിൽ ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നതും. ഇന്നിപ്പോൾ ഇവിടെ നോക്കൂ, G20 ഉച്ചകോടിയിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, അതുപോലെ തന്നെ പാരീസ് ഉച്ചകോടിയിൽ അദ്ദേഹം സംസാരിച്ചത്, ഐക്യരാഷ്ട്രസഭയിൽ സംസാരിച്ചത് ഒക്കെ അദ്ദേഹം സംസാരിക്കുന്നത് ഇന്ത്യ സാമ്പത്തിക ശക്തിയിൽ നിന്നല്ല ലോകരാജ്യങ്ങളെ നിയന്ത്രിക്കുന്ന തലത്തിലേക്ക് ഉടൻ എത്തിച്ചേരും, അതാണ് ആത്മനിർഭരത എന്ന് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ഇതാ ഭാരതീയ ജനതാ പാർട്ടി തുടങ്ങിയിരിക്കുന്നു, ഹർ ഘർ സ്വദേശി, ഹർ സ്വദേശി, എല്ലാ വീട്ടിലും സ്വദേശി, എല്ലായിടത്തും സ്വദേശി എന്നുള്ള മുദ്രാവാക്യവും അദ്ദേഹം അത് മുന്നോട്ട് വയ്ക്കുന്നത് എന്തിനാണ്? ഇന്ത്യയെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഇന്ന് മറ്റു രാജ്യങ്ങളൊക്കെ ഓരോ തലത്തിലും സ്വദേശിവൽക്കരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ പരിശോധിക്കൂ, യൂറോപ്യൻ രാജ്യങ്ങൾ പലതും, അതുപോലെ തന്നെ മറ്റ് വൻകിട രാജ്യങ്ങളൊക്കെ അവരൊരു സ്വദേശിവൽക്കരണത്തിൻ്റെ അവരുടേതായ പാതയിൽ പോവുകയാണ്. അവിടെ
ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇത്ര ഉച്ചസ്ഥായിയിൽ ഘർ ഘർ സ്വദേശി എന്ന് പറയാൻ ഒരു ഇച്ഛാശക്തി കാണിക്കുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും അതിൻ്റെ പുറകിലുണ്ട്. കാരണം ഇന്ത്യ ഒരു വലിയ സാമ്പത്തിക ശക്തി ആകാൻ പോവുകയാണെന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഇവിടെ അദ്ദേഹം 75 വയസ്സിൽ റിട്ടയർ ചെയ്ത് വീട്ടിൽ പോകണമെന്ന് പറയുന്ന ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കുൾപ്പെടെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കുൾപ്പെടെ എല്ലാവർക്കും അറിയാം. ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹം ആരോഗ്യവാനാണ്, അദ്ദേഹത്തിന് ചിന്താശക്തിക്ക് ഒരു കുഴപ്പവുമില്ല, അദ്ദേഹത്തിന് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരു രാജ്യം ഏറ്റുമുട്ടാൻ വന്നപ്പോൾ ഏതു രീതിയിലാണ് ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ മറന്നിട്ടില്ലല്ലോ. തൊട്ടടുത്ത് സംഭവിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു രാജ്യത്തിന് മറുപടി കൊടുത്തത്? അതിന് ഇവിടുത്തെ അമേരിക്കയെ പോലെയുള്ള വലിയ രാജ്യങ്ങൾ അതിനെതിരെ പ്രതികരിച്ചപ്പോൾ അവരോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞില്ലേ? നട്ടലുള്ള ഒരു പ്രധാനമന്ത്രിക്കല്ലേ അത് സാധിക്കൂ. അതുപോലെ തന്നെ റഷ്യയുമായിട്ടുള്ള ഉടമ്പടിയിൽ, ചൈനയുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ ഇവിടെ ആരെന്ത് നീരസം കാണിച്ചാലും അതൊന്നും തെല്ലും വകവെക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ അധികം ശക്തിയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു പ്രധാനമന്ത്രി, ഇങ്ങനെ ഒരു പ്രധാനമന്ത്രിയെ ഇവിടെ പറഞ്ഞു. നെഹ്റുവിയൻ കാലഘട്ടം തൊട്ട് ഇങ്ങോട്ട് പറഞ്ഞു. ഇതുപോലെ ചങ്കുറപ്പോടെ നിന്ന ഒരു പ്രധാനമന്ത്രി ഉണ്ടോ? ഉണ്ട്. ഇന്ദിരാഗാന്ധി എന്തിലാ ചങ്കുറപ്പ് കാണിച്ചത്? അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിൽ അല്ലേ? ലക്ഷക്കണക്കിന് ആളുകളെ കൊല്ലാക്കൊല ചെയ്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിൽ ഇന്ദിരാഗാന്ധി വളരെയധികം ചങ്കുറപ്പ് കാണിച്ചു. നെഹ്റുവിയൻ സിദ്ധാന്തങ്ങൾ പരിശോധിച്ചാൽ നെഹ്റു ഏതെങ്കിലും സമയത്ത് ഈവൻ ജമ്മു കാശ്മീരിന്റെ വിഷയത്തിൽ പോലും കേട്ടിട്ടുണ്ട്, നന്നായിട്ടറിയാം. ഞാൻ പറയട്ടെ, ബംഗ്ലാദേശും ഉണ്ട്, ജമ്മു കാശ്മീരും ഉണ്ട്, ഒക്കെ ഉണ്ട്. ഇവിടെ ജമ്മു കാശ്മീരിനെ കുറിച്ച് ഇത്രയധികം ഭരണാധികാരികൾ വന്നിട്ടും ഒരക്ഷരം മിണ്ടാൻ തയ്യാറായിട്ടുണ്ടോ? ഇന്ന് ഇന്ത്യ വികസനത്തിന്റെ കാര്യത്തിൽ എങ്ങോട്ടാ മുന്നോട്ട് പോകുന്നത്? എവിടെ എത്തി നിൽക്കുന്നു? പരിശോധിക്കൂ. കണക്കുകളുണ്ടോ? ശ്രീ സേനാപതി വേണുവിന്റെ കയ്യിൽ കണക്കുകളുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ തരാം. സിബി സത്യന്റെ കയ്യിൽ കണക്കുകളില്ലെങ്കിൽ തരാം. ഇന്ത്യ വികസനത്തിന്റെ കാര്യത്തിൽ മുന്നോട്ട് പോകുന്നത് ഇന്ന് കേരളത്തിൽ ഉൾപ്പെടെ 60% ഫണ്ട് വീടുകൾ, ലൈഫ് മിഷൻ ആവട്ടെ, പ്രധാനമന്ത്രി നഗര പദ്ധതി ആവട്ടെ, ഗ്രാമപദ്ധതി ആവട്ടെ, വീടുകൾ വെക്കുന്നതിൽ 60% നൽകിയത് കേന്ദ്ര സർക്കാർ. എത്ര ലക്ഷം വീടുകൾ ഇവിടെ പണി തീർത്തുവെന്ന് നിങ്ങൾ ആലോചിക്കുക, ചിന്തിക്കുക, കണക്ക് കാണുക. ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് കോടിക്കണക്കിന് വീടുകൾ ലൈഫ് പദ്ധതിയിൽ അദ്ദേഹം നിർമ്മിച്ചു കഴിഞ്ഞു. സ്വച്ഛ ഭാരത് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ സേനാപതി വേണുവിൻ്റെ പാർട്ടിയുടെ നേതാക്കന്മാർ ഉൾപ്പെടെ ഇവിടെ കക്കൂസ് കഴുകാനാണോ അല്ലെങ്കിൽ ഇവിടെ തെരുവോരം തൂത്തുവാരാനാണോ, ഇതാണോ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ജോലി എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചു. ഇവിടെ കക്കൂസ് കഴുകണമെന്നും ഇവിടെ സ്വച്ഛ ഭാരത് വേണമെന്നും ആദ്യം പറഞ്ഞത്, ഇവിടെ പബ്ലിക്കിനെ നോക്കി പറഞ്ഞത് ആരാ? മഹാത്മാഗാന്ധിയാണ് അല്ലേ? അദ്ദേഹമാണ് ഒരു ശിബിരത്തിൽ വെച്ച് അവിടുത്തെ വൃത്തികേടുകൾ കണ്ട ആദ്യം പറഞ്ഞത് ഇവിടെ സ്വച്ഛ ഭാരത് ഉണ്ടാവണമെന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിയാണ്. ശരി ശ്രീമതി ടി പി സിന്ധു, ഇപ്പോൾ ഏഷ്യ കപ്പിൽ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്, ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാന്റെ നാടകം പൊളിയുന്നു എന്നുള്ളതാണ്. ഏഷ്യ കപ്പിൽ UAE എതിരെയുള്ള മത്സരത്തിൽ കളിക്കില്ല എന്നായിരുന്നു പാകിസ്ഥാന്റെ നിലപാട്. കാരണം ICC മാച്ച് റഫറിയായ ആൻഡി പൈക്രോഫ്റ്റിനെ മാറ്റണം എന്നായിരുന്നു PCBയുടെ ആവശ്യം, പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ ആവശ്യം. പക്ഷേ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ ആവശ്യം ICC തള്ളിക്കളഞ്ഞു. ഇപ്പോൾ പാകിസ്ഥാൻ കളിക്കാർ ദുബായിലെ സ്റ്റേഡിയത്തിലേക്ക് വരും എന്ന് അറിയിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഔദ്യോഗികമായിട്ട് തന്നെ ഇക്കാര്യം അറിയിച്ചിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ 1 മണിക്കൂർ വൈകിയായിരിക്കും ടോസ്. ഇന്ത്യൻ സമയം 7:30-ക്കായിരുന്നു ടോസ് ഇടേണ്ടത്, പക്ഷേ അത് നടന്നില്ല. പകരം 8:30, ഇന്ത്യൻ സമയം 8:30-ക്ക് ടോസ് ഇടും. 8 മണിക്ക് കളി നടക്കേണ്ടതായിരുന്നു, ഇന്ത്യൻ സമയം 8 മണിക്ക്. അതിന് പകരം 9 മണിക്ക്, ഇന്ത്യൻ സമയം 9 മണിക്ക്, അതായത് UAE ടൈം 7:30 മണിക്ക് കളി തുടങ്ങും. പാകിസ്ഥാനും UAEയും തമ്മിലുള്ള. ആൻഡി പൈക്രോഫ്റ്റിനെ മാറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് ഇതുവരെയുള്ള വിവരം. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് പാകിസ്ഥാൻ ഈ നാടകം കളിച്ചത് എന്നതുകൂടിയുണ്ട്. ICCക്ക് മുന്നിൽ ഒരു സമ്മർദ്ദം, ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന് മുന്നിൽ ഒരു സമ്മർദ്ദം ഉണ്ടാക്കുവാനായിരുന്നു പാകിസ്ഥാന്റെ നീക്കം. ആൻഡി പൈക്രോഫ്റ്റിനെ മാറ്റണം എന്ന ആവശ്യം. ഇന്ത്യയുമായുള്ള മത്സരത്തിൽ ഹസ്തദാനത്തിന് ഇന്ത്യൻ കളിക്കാർ തയ്യാറാകാതിരുന്നതിന് അതിന് തുടക്കത്തിൽ ടോസിന്റെ സമയത്ത് ആൻഡി പൈക്രോഫ്റ്റ് എന്ന മാച്ച് റഫറി ഈ കളിയിൽ ഹസ്തദാനം ഉണ്ടാവുകയില്ല, ഷെയ്ഖ് ഹാൻഡ് ഉണ്ടാവുകയില്ല എന്ന് പാകിസ്ഥാൻ ക്യാപ്റ്റനെ അറിയിച്ചു. ഇത് ICCയുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന രീതിയിലുള്ള പ്രതികരണമായിരുന്നു പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിരുന്നത്. അതിനാൽ ആൻഡി പൈക്രോഫ്റ്റിനെ മാറ്റണം എന്ന ആവശ്യം ഉണ്ടായിരുന്നു പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് 2 തവണ ഈ ആവശ്യം ഉന്നയിച്ചതാണ്. ഒടുവിൽ കളിക്കാർ ഹോട്ടലിൽ തുടരുകയായിരുന്നു. ഏറെ
വൈകിയാണ് കളിക്കാർ ഇപ്പോൾ സ്റ്റേഡിയത്തിലേക്ക് വരാൻ തയ്യാറായിട്ടുള്ളത്. പാകിസ്ഥാൻ്റെ കളിക്കാർ, പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം അല്പസമയത്തിനുള്ളിൽ ദുബായ് സ്റ്റേഡിയത്തിലേക്ക് വരും. നേരത്തെ തന്നെ UAE ടീം എത്തിക്കഴിഞ്ഞിരുന്നു. പക്ഷേ പാകിസ്ഥാൻ ടീം പിന്മാറും എന്നുള്ള ശക്തമായ സൂചനകളായിരുന്നു. പക്ഷേ പാകിസ്ഥാന്റെ നാടകം പൊളിഞ്ഞിരിക്കുകയാണ്. പാക് താരങ്ങൾ സ്റ്റേഡിയത്തിലേക്ക് വരികയാണ്. 1 മണിക്കൂർ കളി തടസ്സപ്പെടാൻ ഇത് കാരണമായിട്ടുണ്ട്. ഏഷ്യ കപ്പിൽ നിർണായകമായ മത്സരമായിരുന്നു പാകിസ്ഥാന്റേത്. ഇന്നത്തെ കളിയിൽ നിന്ന് പിന്മാറിയാൽ ഏഷ്യ കപ്പിൽ നിന്ന് പാകിസ്ഥാൻ പുറത്താകുന്ന സ്ഥിതി ഉണ്ടാകുമായിരുന്നു. UAE സൂപ്പർ 4-ൽ കടക്കുമായിരുന്നു. ഇപ്പോൾ ഒടുവിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ ചെയർമാൻ തന്നെ ഇക്കാര്യം ട്വീറ്റ് ചെയ്തിരിക്കുന്നു. ക്രിക്കറ്റ് താരങ്ങളോട് സ്റ്റേഡിയത്തിലേക്ക് വരാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ ചെയർമാനായ മൊഹ്സിൻ നഖ്വി തന്നെ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. മൊഹ്സിൻ നഖ്വി നേരത്തെ മുൻ ചെയർമാനായ റമീസ് രാജിയുമായിട്ട് സംസാരിച്ചിരുന്നു. ഇക്കാര്യത്തെക്കുറിച്ച് ചർച്ച നടത്തിയിരുന്നു. എന്തായാലും ICC വഴങ്ങിയില്ല. ഏഷ്യ കപ്പിൽ പാകിസ്ഥാനും UAEയും തമ്മിലുള്ള മത്സരം 1 മണിക്കൂർ വൈകി. പാകിസ്ഥാന്റെ നാടകം പൊളിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയുടെ നിലപാട് വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെ ഇതോട് ചേർത്ത് വായിക്കാവുന്നതാണ്. ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് കഴിഞ്ഞ മത്സരത്തിൽ പാകിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കിയ മത്സരത്തിൽ പാക് താരങ്ങൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുവാൻ തയ്യാറായിരുന്നില്ല. അതിനെ തുടർന്നാണ് നാടകീയമായ ഈ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായത്. ശരി, ഇതാണ് ഏഷ്യ കപ്പിലെ അപ്ഡേറ്റ്. ശ്രീ മോഹൻ വർഗീസ് ഇവിടെ ഇപ്പോൾ ശ്രീമതി TP സിന്ധുമോൾ പറഞ്ഞതും ശ്രീ സിബി സത്യൻ പറഞ്ഞതും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ സിബി പറഞ്ഞ കാര്യത്തിനായിരുന്നു സിന്ധുമോളിന്റെ മറുപടി. സിബി ആലിംഗന നയതന്ത്രത്തെക്കുറിച്ചൊക്കെ വാചാലനായി. ഈ ഹഗ് ഡിപ്ലോമസി എന്ന് പറയുന്നത് ഒരുപക്ഷെ മോദിയുടെ ഒരു കോൺട്രിബ്യൂഷനാണ്. ലോകത്തെ എങ്ങനെയാണ് വ്യക്തിപരമായി ഒരു ഓപ്റ്റിക്സ് ക്രിയേറ്റ് ചെയ്യുക. ഇതൊരു ബന്ധത്തിൻ്റെ വിഷയമല്ല. ഇതൊരു ഒരു ഒരു ഹഗ് എന്ന് പറയുന്നത് ഒരു ക്യാമറ കണ്ണുകളിൽ വെച്ച ഒരു ശക്തമായ നേതാവിൻ്റെ ലക്ഷണം കാട്ടുകയാണ്. അപ്പോൾ അതിനുപരിയായ അർത്ഥതലങ്ങൾ വായിച്ചെടുക്കേണ്ടതില്ല. ഇവിടെ യഥാർത്ഥത്തിൽ ഇതിനെ ഒന്ന് കുറച്ചുകൂടെ ആഴത്തിൽ അവലോകനം ചെയ്താൽ, ഒരു രാജ്യം ഇൻ്റർനാഷണൽ അറീനയിൽ നേടിയെടുക്കുന്ന സ്റ്റേച്ചർ, അതിന് തത്തുല്യമായ ഒരു സ്റ്റേച്ചർ സ്വാഭാവികമായി ഒരു നേതാവിന് കിട്ടും. പക്ഷേ രാജ്യത്തിൻ്റെ സ്റ്റേച്ചറിനോടൊപ്പം ഒരു നേതാവിന് ഉയരാനായില്ലെങ്കിലും, നേതാവിൻ്റെ സ്റ്റേച്ചറിനോടൊപ്പം രാജ്യത്തിന് ഉയരാനായില്ലെങ്കിലും അവിടെ ഒരു സിങ്ക്രണൈസ്ഡ് ഒരു ഫീൽ കിട്ടില്ല. അതുകൊണ്ട് ഇത് രണ്ടും സംഭവിക്കുന്നു എന്ന ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. കാരണം രാജ്യം ബഹുഘാതം മുന്നോട്ട് പോയിരിക്കുന്നു. മോദി അധികാരത്തിൽ വരുന്ന 2014 ഒരു 3 ഇരട്ടിയോളമായിരിക്കുന്നു ഇന്ത്യയുടെ GDP. ഇന്ത്യയുടെ GDP എന്ന് 4.1 ട്രില്യൺ ഇക്കോണമിയായി മാറിയിരിക്കുന്നു ഇന്ത്യ. അപ്പോൾ അവിടെ വളർച്ചാ നിരക്ക് കൺസിസ്റ്റൻ്റായിട്ട് മുന്നോട്ട് പോകുന്നു. അത് മൻമോഹൻ സിംഗിൻ്റെ കാലത്തും വളർച്ചാ നിരക്ക് മുന്നോട്ട് തന്നെയാണ്. ഈ കോവിഡ് കാലഘട്ടം മാത്രം, കോവിഡിൻ്റെ ഒരു വർഷം മാറ്റി നിർത്തിയാൽ കൺസിസ്റ്റൻ്റ്ലി ഇന്ത്യ മുന്നോട്ട് നയിച്ച ഒരു UPA കാലഘട്ടവും അതിനുശേഷമുള്ള NDA മോഡി കാലഘട്ടവും. അതുകൊണ്ട് രണ്ട് മുന്നണികളും യഥാർത്ഥത്തിൽ വികസന കാര്യത്തിൽ പിന്നോട്ട് പോയി എന്ന് പറയാനാവില്ല. കാരണം ഇവിടെ ഒരു കമ്പാരിസൺ അല്ല ഇവിടെ വേണ്ടത്. മോദി എന്ന വ്യക്തി, ഒരു പക്ഷേ മൻമോഹൻ സിംഗ് എന്ന വ്യക്തിക്ക് കോൺഗ്രസിലുള്ള അല്ലെങ്കിൽ രാജ്യവ്യാപകമായുള്ള പ്രഭാവം എന്ന രീതിയിലല്ല, മറ്റൊരു സ്റ്റൈലാണ്. ഇവിടെ മോദിയുടെ സ്റ്റൈൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു നെഹ്റുവിയൻ ലെഗസിയെ ഒരു പരിധിവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഗാന്ധിയൻ ലെഗസിയുടെ ചില കാര്യങ്ങളെങ്കിലും, അവിടെയാണ് ആത്മനിർഭർ ഭാരതം, ഇവിടെ സൂചിപ്പിച്ച ആത്മനിർഭർ ഭാരതം വരുന്നത്. ശരി, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഏഷ്യ കപ്പിൽ ഈ പാകിസ്ഥാന്റെ ഈ നാടകം പൊളിഞ്ഞതും ഒക്കെ അതുമായിട്ടൊക്കെ ചേർത്ത് വായിക്കണം. കാരണം ഓപ്പറേഷൻ സിന്ദൂർ അതിന്റെ വിജയമാണല്ലോ ഇതിന്റെ എല്ലാം തുടർച്ച എന്ന് പറയുന്നത്, അല്ലേ ശ്രീ മോഹൻ വർഗീസ്? കാരണം അന്താരാഷ്ട്ര ക്രിക്കറ്റ് വേദികളിൽ പോലും ഇന്ത്യൻ താരങ്ങൾക്ക് തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂറിനെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രസ്താവനകൾ നടത്താൻ സാധിച്ചിരിക്കുകയാണ്. അതിനെ നേരിടുന്നതിന് വേണ്ടിയാണല്ലോ പാകിസ്ഥാൻ താരങ്ങളുടെ ഈ നാടകമൊക്കെ വരുന്നത്. തീർച്ചയായും ഞാൻ അതേക്കുറിച്ച് ഒരു വാക്ക് അതേക്കുറിച്ച് പറയേണ്ടതുണ്ട്. ഈ ചർച്ചയുടെ മധ്യത്തിൽ യഥാർത്ഥത്തിൽ ആകസ്മികമായി വന്നതാണെങ്കിൽ പോലും ഈ പാകിസ്ഥാൻ മുന്നോട്ട് വെക്കുന്ന ഒരു ധാർഷ്ട്യത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും ഒരു ഭാഷയുണ്ട്. അത് കളിക്കളത്തിലേക്ക് കൂടി നീങ്ങുകയാണ്. ഭാരതത്തിൻ്റെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാൻ മത്സരം തുടങ്ങുന്നതിന് മുൻപും അതിനുശേഷവും ഹസ്തദാനം ചെയ്യാൻ വിസമ്മതിച്ചു എന്ന് പറയുമ്പോൾ അത് ടീം കൂട്ടായി എടുത്ത തീരുമാനമാണ്. ഭാരതം അഗ്രീവ്ഡ് പാർട്ടിയാണ്. ഒരു ജനതയുടെ വികാരം പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും സഭ്യമായ മിനിമം മാർഗമാണ്. അതിനെ രാഷ്ട്രീയം കളിക്കളത്തിലേക്ക്
രാജ്യങ്ങളുടെ രാഷ്ട്രീയം ജെന്റിൽമാൻസ് ഗെയിമായ ക്രിക്കറ്റിലെ കളിക്കളത്തിലേക്ക് കൊണ്ടുപോയി എന്ന ആരോപണത്തിന് വലിയ സാങ്കത്യമുണ്ടെന്ന് തോന്നുന്നില്ല. പ്രകോപനപരമായി ഒന്നും തന്നെയില്ല. ഇവിടെ പാകിസ്ഥാനെ എതിരെ കുറ്റപ്പെടുത്താതെ തന്നെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ടീം തീരുമാനമായിരുന്നു. ഇതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ടീമിൻ്റെ തീരുമാനമായിരുന്നു. സമ്മാനദാന വേളയിൽ ഈ പ്രൈസ് ഗിവിംഗ് സെറിമണി സമയത്ത് ഇന്ത്യൻ ക്യാപ്റ്റൻ ക്യാമറ കണ്ണുകളുടെ മുമ്പിൽ പറയുകയാണ്, ഐ ഡെഡിക്കേറ്റ് ദിസ് വിക്ടറി ടു ദി വിക്ടിംസ് ഓഫ് പഹൽഗാം ടെറർ അറ്റാക്ക് ആൻഡ് ഓൾസോ ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ ഒരു പരിധിവരെ സൈനിക നടപടിയെ അത് സൈന്യത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഒരു ടീമിന് അവകാശമില്ലേ? ദേശീയത, നമ്മൾ എന്തിനാണ് ഇന്ത്യൻ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നത്? ദേശീയതയുള്ളത് കൊണ്ടാണ്, രാജ്യത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, രാജ്യത്തിൻ്റെ പ്രധാന കായിക ഇനമായ ക്രിക്കറ്റിനെ നമ്മൾ നെഞ്ചോട് ചേർത്ത് കാണുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് രാഷ്ട്രീയം കടത്തി എന്ന് പറയുന്നതിൽ വലിയ കാര്യമില്ല. പക്ഷേ പാകിസ്ഥാൻ അതിനോട് പ്രതികരിച്ചത് വിട്ടുനിൽക്കാനുള്ള ഒരു നാടകം കളിച്ചുകൊണ്ടാണ്. ആൻഡി പൈക്രോഫ്റ്റ്, സിംബാബ്വേക്കാരനായ മുൻ ക്രിക്കറ്റർ കൂടിയായ ആൻഡി പൈക്രോഫ്റ്റ്, അദ്ദേഹമാണല്ലോ വൺ ഓഫ് ദ മാച്ച് റെഫറീസ്. ഈ മാച്ച് റെഫറി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം പോലും തങ്ങൾക്ക് അസ്വീകാര്യമാണ്. അദ്ദേഹം ആകെ ചെയ്തത് എന്താണ്? ഇന്ത്യൻ ടീമിൻ്റെ തീരുമാനം പാകിസ്ഥാനോട് വളരെ സഭ്യമായ രീതിയിൽ പറയുക മാത്രമാണ് ചെയ്തത്. ഇന്ത്യ ഈസ് റെഫ്യൂസിങ് ടു ഷെയ്ക്ക് ഹാൻഡ്സ്, അല്ലെങ്കിൽ അതൊരു വിഷയമാക്കാതിരിക്കണം. പക്ഷേ അത് വിഷയമാകേണ്ടത് പാകിസ്ഥാൻ്റെ ആവശ്യമായി വരികയും അത് വിഷയമാക്കി അവിടെ അന്താരാഷ്ട്ര വേദികളിൽ നേട്ടം കൊയ്യാൻ ശ്രമിക്കുകയാണ്. UAE പോലെ ഉള്ള ഫ്രണ്ട്ലി രാജ്യം, പാകിസ്ഥാനോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ സൗഹൃദമുള്ള രാജ്യമാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് ഓർക്കണം. ആ രാജ്യം ഇപ്പോൾ ക്രിക്കറ്റിൽ പിച്ച വെച്ച് നടക്കുന്നതേ ഉള്ളൂ UAE. ആ രാജ്യവുമായ മത്സരം പോലും ഒരു വിവാദമായി മാറുകയും, ഇപ്പോൾ നോക്കൂ, ടെലികാസ്റ്റ് റൈറ്റ്സൊക്കെ ശതകോടികളുടെ റൈറ്റ്സാണ്. ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് 1 മണിക്കൂർ സമയം സംപ്രേഷണം പോലും നിർത്തിവെക്കേണ്ട ഒരവസരത്തിലേക്ക് വരുമ്പോൾ നോക്കൂ, അവിടെ അവസാനം പാകിസ്ഥാൻ കീഴടങ്ങേണ്ടി വന്നിരിക്കുന്നു. അവിടെയാണ് ഇന്ത്യയുടെ മൈറ്റ്. നരേന്ദ്രമോദിയുടെ ഭാരതം എന്ന് പറയുമ്പോൾ അവിടെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനേക്കാൾ അതിശക്തമാണ് ICC എന്നോർക്കണം. അപ്പോൾ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ക്രിക്കറ്റ് ബോർഡ് ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ്. അത് സ്വാധീനം ചെലുത്തണമെങ്കിൽ നമുക്കൊരു മാർക്കറ്റ് ഉണ്ടാകണം, കളിക്ക് മാർക്കറ്റ് ഉണ്ടാകണം, അതിന് പ്രൊഫഷണലൈസ് ചെയ്യണം. ഇതിനൊക്കെ പറ്റുന്ന ഒരു രാജ്യമായി ഭാരതത്തെ മാറ്റിയെടുത്തതിൽ ഒരു കാറ്റലിസ്റ്റായി മോദി വന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇത് മോദിയുടെ വ്യക്തിപരമായ വിജയമൊന്നും തന്നെയല്ല, അങ്ങനെ ഒരു ക്ലെയിം എടുക്കുന്നത് ശരിയുമല്ല. പക്ഷേ ഇന്ത്യയുടെ എന്താണ് സിബി അല്ല, എനിക്ക് ഇതിനിടയ്ക്ക് ഒന്ന് ഇടപെടേണ്ടതുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മോഹൻ വർഗീസ് സാറിന്റെ സംസാരം കേൾക്കുമ്പോൾ സത്യത്തിൽ ഭയം തോന്നുന്നുണ്ട്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, സ്പോർട്സിൽ ദേശീയത ഒക്കെ എല്ലാ കാലവും വന്നിട്ടുണ്ട്. പക്ഷെ സ്പോർട്സിൽ തീവ്ര ദേശീയത വരുന്ന സ്വഭാവത്തിനെയാണ് നമ്മൾ ഫാസിസം എന്ന് സാധാരണ വിളിക്കാറുള്ളത്. അതായത് ദേശീയതയും തീവ്രദേശീയതയും തമ്മിലുള്ള അതിർവരമ്പെന്ന് പറയുന്നത് വളരെ നാരോ ആണ്. അപ്പൊ നമ്മൾ അതിർവരമ്പുകളൊക്കെ കഴിഞ്ഞിട്ട് തീവ്രദേശീയതയിലേക്ക് കയറുന്ന രീതിയിലാണ് മോഹൻ വർഗീസ് ഇപ്പോ കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നത്. അതെനിക്ക് വളരെ അതിശയം ഉളവാക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തെ പോലെ ചരിത്രവും കാര്യവും ഒക്കെ അറിയാവുന്ന ഒരാള് ദേശീയതയും തീവ്രദേശീയതയും തമ്മിലുള്ള ഒരു നാരോ ആയിട്ടുള്ള ഒരു കണക്ഷൻ പോലും മറികടന്നുകൊണ്ട് പറഞ്ഞതുപോലെ ഇത് തീവ്രദേശീയത എന്നുള്ള വിഷയം തന്നെയാണ് പറയുന്നത്. കാരണം എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാല് തീവ്രദേശീയത ഇതാണ്. അതായത് എല്ലാ കാര്യത്തിലും അല്ല, ഞാൻ ഒരു ചോദ്യം കൂടി, ദേശീയതയുടെ എക്സ്റ്റെന്റ് എവിടെ വരെ? ഒരാൾക്ക് ദേശീയത എത്രത്തോളം വേണം പറയൂ? ഒരാൾക്ക് ദേശീയത എത്രത്തോളം വേണം? പ്രധാനം ദേശീയത ഏതിലൊക്കെ ആകാവുന്നതാണ്. അതായത് ഞാൻ നാളെ വഴിയിൽ വെച്ചിട്ട് അപരിചിതമായൊരു ഒരു സെക്കൻഡ് ഞാൻ ഉദാഹരണമായിട്ട് UAE നടന്നു പോകുമ്പോ അവിടെ കാണുന്ന പാകിസ്ഥാൻകാരനെ മുഖത്തടിച്ചിട്ട് നീ ഞങ്ങളുടെ ആൾക്കാരെ എന്താ പറയുക പഹൽഗാമിൽ കൊന്നില്ലടാ എന്ന് ചോദിക്കുന്ന തീവ്രദേശീയതയാണ് മാഡം. മനസ്സിലായോ? അപ്പൊ നമ്മള് അങ്ങനെ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ കാണിച്ചിട്ടില്ലല്ലോ. അല്ല, ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളെ ആ രീതിയിൽ കാണേണ്ടതില്ല. നമ്മൾക്ക് അങ്ങനെയല്ല തീവ്രദേശീയത. ഞാൻ പറയാം ശ്രീ സിബി സത്യൻ, ഞാനൊരു കാര്യം പറയാം. തീവ്രദേശീയതയും ദേശീയതയും ഒക്കെ ഒരു കർണത്തടിച്ചപ്പോൾ മറുകർണം കാണിച്ചു കൊടുത്ത മഹാത്മാഗാന്ധിയാണ് തീവ്രദേശീയവാദി, അല്ലാതെ പാകിസ്ഥാൻകാരന്റെ ചെകിട്ടത്തടിക്കുന്നതല്ല. ഇവിടെ നിയമമുണ്ട്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു അട്രോസിറ്റി ഒരു രാജ്യമാണോ? ഇവിടെ നിയമങ്ങളില്ലേ? ആ നിയമത്തിന് അനുസരിച്ച് ജനങ്ങൾ നിങ്ങൾ പറയുന്നത് കേട്ടാൽ നിങ്ങൾ അതെ, അവിടെ സഹിഷ്ണുതയുണ്ട്, അവിടെ ധർമ്മമുണ്ട്, സഹിഷ്ണുതയുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഉയർത്തിക്കാണ് ദേശീയത എന്ന് പറയുന്ന കാഴ്ചപ്പാടിൽ കൂടി ഇന്ത്യ ഉയർത്തി. അതെ, പറയാം.
ഇന്ത്യ ദേശീയത എന്ന് പറയുന്ന വികാരത്തിൽ കൂടി ഉയർത്തിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന അഹിംസയും സത്യവും ധർമ്മവും ഇതെല്ലാം കൂടിച്ചേർന്നതാണ് ഇന്ത്യയുടെ ദേശീയത. അത് കൂടിച്ചേരുമ്പോൾ ആ തീവ്ര ദേശീയതയിൽ എവിടെയാണ് സാർ വയലൻസ് വരുന്നത്? ഇന്ത്യക്കാർ ക്ഷമിക്കാൻ പഠിക്കുന്നവരാണ്. നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് ഇന്ത്യയിലുള്ള ജനങ്ങളെല്ലാം അങ്ങ് പാകിസ്ഥാൻകാർ വന്നാലും ചൈനക്കാർ വന്നാലും അമേരിക്കക്കാർ വന്നാലും അങ്ങ് ഇവിടെ അടിച്ചോടിക്കുകയാണ്, ഇവിടെ കഠാര എടുക്കുകയാണ്, കത്തിയെടുക്കുകയാണെന്നാണ്. ഇതാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ ഇവിടെ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയാണെന്ന്. ഇതൊന്നും അല്ല ഇവിടുത്തെ ജനങ്ങൾ. ഇവിടെ ഗാന്ധിജി പറഞ്ഞിരിക്കുന്ന, അശോകൻ പറഞ്ഞിരിക്കുന്ന, സേനാപതി വേണുവിന്റെ കൂടി അഭിപ്രായം. ശ്രീ സേനാപതി വേണു, ഓപ്പറേഷൻ സിന്ദൂർ സമയത്തൊക്കെ കോൺഗ്രസിന്റെ ഇവിടുത്തെ പ്രതികരണം പാകിസ്ഥാനിൽ വലിയ വാർത്തയാവുകയും അവർ അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്തതാണ്. ഈ ക്രിക്കറ്റിൽ അങ്ങനെയാണോ? ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ എടുത്ത നിലപാട്, ഇന്ത്യൻ താരങ്ങൾ എടുത്ത നിലപാടിനെയും ഏത് രീതിയിലാണ് കോൺഗ്രസ് കാണുന്നത്? സ്പോർട്സിന്റെ വഴിക്ക് പോട്ടെ. നമുക്ക് സ്പോർട്സും രാഷ്ട്രീയവും തമ്മിൽ കൂട്ടിക്കലർത്തേണ്ട ആവശ്യമില്ലല്ലോ. പണ്ട് നമ്മളൊക്കെ ചെറുപ്പകാലത്ത് കേട്ടിട്ടുണ്ട്, ഹിറ്റ്ലർ ഒളിമ്പിക്സിലോ അല്ലെങ്കിൽ ഏതോ ഫുട്ബോൾ മത്സരത്തിൻ്റെ മത്സരം ഞാൻ ഓർക്കുന്നില്ല, അപ്പോൾ അദ്ദേഹം ആര്യന്മാരുടെ രക്തത്തെ പ്രതിനിധാനം ചെയ്യുന്നു. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന വിഭാഗത്തിന്റെ എതിർ വിഭാഗം ക്രിക്കറ്റ് മത്സരത്തിൽ, ക്രിക്കറ്റാണ് സ്പോർട്സ്, ഏതോ മത്സരത്തിൽ വിജയിച്ച ഏതാ ജെസ്സി ഓവൻസ്, ലോങ് ജമ്പ്, ജെസ്സി ഓവൻസിന് അദ്ദേഹത്തിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാതെ ഹിറ്റ്ലർ പോയതായിട്ട് നമ്മൾ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കായിക രംഗത്തേക്ക് ഒരു കാരണവശാലും ഇതിനെ വലിച്ചിഴക്കരുത് എന്നുള്ള വ്യക്തിപരമായ അഭിപ്രായമാണ് എനിക്കുള്ളത്. നമ്മുടെ ഒരു വിഷയം അതല്ലാത്തത് കൊണ്ട് ഇടയ്ക്ക് കടന്നു വന്നുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു എന്നുള്ളത്. ഇവിടെ ഇപ്പോ അല്ല, നമ്മളിപ്പോ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയത്തില് ഇപ്പോ നരേന്ദ്രമോദിക്ക് 75 വയസ്സായത് ലോകത്തിലെ വലിയൊരു അത്ഭുതമായിരിക്കുന്നു. ഇപ്പൊ മോദിയെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ ശ്രമം അത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, അതൊക്കെ നടത്താം, അതിന് കുഴപ്പമില്ല. പക്ഷേ ഇന്ത്യയുടെ ചരിത്രം കിങ് ജോങ് എന്ന് പറയുന്ന പോലെ അവരുടെ മുത്തച്ഛന്റെ കാലം മുതലാ തുടങ്ങിയെന്ന് പറയുന്ന പോലെ ഇന്ത്യയുടെ ചരിത്രം 2014 തുടങ്ങിയത്. 2014 മുമ്പ് നമ്മൾ ദക്ഷിണാഫ്രിക്ക പോലെ എന്തോ ഇരുണ്ട യുഗത്തിലായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ 11 കൊല്ലം കൊണ്ടാണ് ഉണ്ടായത് എന്നുള്ള ഈ വലിയൊരു പ്രചരണമുണ്ടല്ലോ. നമ്മൾ ഇപ്പൊ പാകിസ്ഥാന് നേരെ നടത്തിയിരിക്കുന്ന ആക്രമണത്തെക്കാളൊക്കെ എത്രയോ തീവ്രമായിരുന്നു 1971 യുദ്ധം എന്നൊക്കെ പറയുന്നത്. അന്ന് നമ്മൾ ഇത്രയും വലിയ സൈനിക ശക്തിയൊന്നുമല്ല. ഇപ്പോ നമ്മൾ 3ാം സാമ്പത്തിക ശക്തിയിലേക്ക് വന്നത് 193 രാജ്യങ്ങൾ ഐക്യരാഷ്ട്രസഭയിൽ ഉണ്ട് എന്നുള്ളതാണ് കണക്ക്. 193 നിന്ന് 3ലേക്കല്ല നമ്മൾ വന്നത്. അത് ചിലപ്പോ 5ഓ 6ഓ സ്ഥാനത്ത് നിന്ന് ഈ 5-6 സ്ഥാനം വരെ ഈ രാജ്യത്തെ എത്തിച്ചത് കഴിഞ്ഞ 58 കൊല്ലം ഇവിടെ ഭരിച്ചൊരു പാർട്ടിയും അതിന്റെ നേതാക്കന്മാരും അതിന്റെ നയങ്ങളുമാണ്. അതിനെല്ലാം തള്ളി മാറ്റിക്കൊണ്ട് കഴിഞ്ഞ 11 കൊല്ലത്തെ ഈ പ്രവർത്തനങ്ങളെ, അതോടൊപ്പം തന്നെ അങ്ങ് പറഞ്ഞത് ഞങ്ങൾ 75 വയസ്സിന്റെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല മാഡം, ഞങ്ങൾ അങ്ങനെ ഒരു ചർച്ചയെ വന്നിട്ടില്ല. ആ ചർച്ച വന്നത് RSSൽ നിന്നും BJPയിൽ നിന്നും BJPയുടെ നേതാവിൽ നിന്നുമാണ്. ഞാൻ ചോദിക്കുന്നത്, ജസ്വന്ത് സിംഗ് ഇന്ത്യ കണ്ട വളരെ മികച്ച ഒരു ഭരണാധികാരിയും വിദേശകാര്യ മന്ത്രിയുമായിരുന്നു. അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് 2014 സീറ്റ് കിട്ടാതെ അദ്ദേഹം പോയതും. അദ്ദേഹം സ്വന്തമായ ഒരു പാർട്ടി രൂപീകരിച്ചുകൊണ്ട് പിന്നെ അദ്ദേഹത്തിന് എത്തപ്പെടാൻ കഴിഞ്ഞില്ല. ഞാൻ ചോദിക്കുന്നത്, ഈ 75 വയസ്സിന്റെ കട്ട് ഓഫ് രേഖയിൽ വെച്ചുകൊണ്ട് നിങ്ങൾ അന്ന് BJPയുടെ വളരെ പ്രമുഖരായ നേതാക്കൾ ലാൽകൃഷ്ണ അദ്വാനി, മുരളി മനോഹർ ജോഷി, ഞാനിപ്പോ പറഞ്ഞ ജസ്വന്ത് സിംഗ് ഉൾപ്പെടെയുള്ള ആളുകളെ മുഴുവൻ തള്ളി മാറ്റിയപ്പോ അവർക്ക് 2014 കിട്ടേണ്ട അവസരവും അവർക്ക് മുന്നോട്ട് ഈ രാജ്യത്തിന് ചെയ്യാവുന്ന സേവനത്തെയും ഇല്ലാതാക്കിയതിന്റെ ഉത്തരവാദിത്വം അത് നിങ്ങൾ ആരോട് പറയും? അപ്പോ എനിക്ക് 75 ആയപ്പോ കുഴപ്പമില്ല, നിങ്ങൾക്ക് 75 ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ മാറണം എന്ന് പറയുന്ന ആ ഇരട്ടത്താപ്പ്, അതിനെയാണ് കോൺഗ്രസ്. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ, എന്നോടായതുകൊണ്ട് അങ്ങ് പറയുന്ന ഈ വാദമുണ്ടല്ലോ, അങ്ങ് പറയുന്ന ഈ വാദം അത് കോൺഗ്രസിന്റെ ഉള്ളിലെ കുടുംബവാഴ്ചയിൽ നടക്കുന്നതാണ്. ഞങ്ങൾക്ക് കുടുംബവാഴ്ചയൊന്നുമില്ല സാർ. ഞങ്ങൾക്ക് തീരുമാനമെടുക്കുന്നത് നരേന്ദ്രമോദിക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാനും പറ്റില്ല. ഞങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയട്ടെ, ലാൽകൃഷ്ണ അദ്വാനി ആയാലും ആരായാലും അദ്ദേഹം രാഷ്ട്രീയം പറയുന്ന കേൾക്കൂ. ചർച്ച ആരോഗ്യകരമായി പോകട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ വഴങ്ങിയത്. എന്റെ അവസരമാണ്. എന്റെ അവസരം കഴിയുമ്പോൾ അങ്ങ് പറഞ്ഞോളൂ, അതിലൊന്നും ഞങ്ങൾക്ക് കുഴപ്പമില്ല. അല്ല, ഞാൻ പറഞ്ഞത് ഞാൻ BJPയുടെ മോദിയേക്കാൾ വളരെ പ്രഭാവിതരായ ഒരുപറ്റം ചെറുപ്പക്കാർ നേതാക്കൾ ഉണ്ടായിരുന്നു. പ്രമോദ് മഹാജൻ നമ്മൾ കേൾക്കുന്നു, സുഷമ സ്വരാജ്, ഗോവിന്ദ ആചാര്യ, വെങ്കട നായിഡു, ഗോപിനാഥ് മുണ്ടെ,
അവരുടെയൊക്കെ താഴെയാണെന്ന് നരേന്ദ്രമോദി നിന്നത്. അദ്ദേഹം ചിലപ്പോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലെ അദ്ദേഹത്തിന്റെ കഴിവോ അല്ലെങ്കിൽ തന്ത്രങ്ങളോ ഒക്കെ അദ്ദേഹം മുന്നിൽ കയറി വന്നു എന്നുള്ള കാര്യത്തിലൊക്കെ ശരിയാണ്. പക്ഷേ അദ്ദേഹത്തിന് മാത്രമേ ഇതിനെ നയിക്കാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ 11 കൊല്ലത്തെ എന്താ പറഞ്ഞ നയങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹം നയിച്ചത് കൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ ഈ പുരോഗതി ഉണ്ടായിരിക്കുന്നത്. ബാക്കി ഇതിനു മുമ്പ് ഭരിച്ചവരെല്ലാം മോശക്കാരും അവരെ കൊണ്ടൊന്നും ഒരു കഴിവുമില്ലാത്തവരാണ് എന്നുള്ള ആ ഒരു വ്യാഖ്യാനവും നറേറ്റീവും അത് BJP കേന്ദ്രങ്ങൾ വളരെ വ്യാപകമായ രീതിയിൽ നിങ്ങൾ പടച്ചുവിടുന്നു. നിങ്ങൾക്ക് നരേന്ദ്രമോദിയുടെ 75ാം ജന്മദിനം ആഘോഷിക്കാം, അതിനുവേണ്ടി എന്ത് വേണമെങ്കിലും പ്രവർത്തനങ്ങൾ നടത്താം. പക്ഷേ 58 കൊല്ലം ഈ രാജ്യം ഭരിച്ചവരും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വലിയ പോരാട്ടങ്ങൾ നടത്തിയ ഒരു പാർട്ടിയും ആ പാർട്ടിയുടെ പിന്തുടർച്ചക്കാരും ഇവിടെ ഉണ്ട്. അതിനെയെല്ലാം തള്ളി മാറ്റിക്കൊണ്ട് ഞങ്ങൾ മാത്രം മിടുക്കരാണ് എന്ന് പറയുന്ന ഈ കാര്യവും, അതുപോലെ തന്നെ 75 എന്നുള്ളത് അത് നിങ്ങൾ കൊണ്ടുവന്നതാണ്, ഞങ്ങൾ ആരും അതിനകത്തൊരു പങ്കാളികളുമല്ല, അത് നിങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇപ്പോ എന്തുകൊണ്ട് നടപ്പിലാകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദി മഹാനാണ്, അതുകൊണ്ട് വിശ്വഗുരുവാണ്, ലോക നേതാവാണ്. ലോക നേതാക്കളൊക്കെ ഇന്ത്യയിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് മാഡം. ഈ അന്താരാഷ്ട്ര നിലവിലുള്ള കമ്മിറ്റികളിലെല്ലാം അതിന്റെ അധ്യക്ഷന്മാരും നേതാക്കളുമായി എല്ലാം പോയി അവരെല്ലാം ഒരുപാട് അതൊന്നും പുതുമയുള്ള ഒരു കാര്യമല്ല. ഇപ്പോൾ വന്നിരിക്കുന്നു എന്നുള്ള ഒരു പറഞ്ഞപ്പോൾ കണ്ണീരൊഴുകിയ കണ്ടമിടറിയ അങ്ങേക്ക് നരേന്ദ്രമോദി വിശ്വഗുരുവെന്ന് പറയുന്നതിൽ എന്താ കുഴപ്പം? അദ്വാനിജിയെ കുറിച്ച് പറഞ്ഞപ്പോൾ താങ്കൾക്ക് കണ്ടമിടറി. നരേന്ദ്രമോദിജി അവരുടെ ഒപ്പമാണ്. ഒന്ന് പറയുന്നതുകൊണ്ട് എന്താ കുഴപ്പം? എന്താണ് കുഴപ്പം? അതൊക്കെ നിങ്ങൾക്ക് പ്രചരിപ്പിക്കാവുന്നേ. നിങ്ങൾക്ക് വിശ്വഗുരുവെന്നോ അല്ലെങ്കിൽ സോണിയാഗാന്ധി വരെയാണ് വിശ്വഗുരു. അല്ല ശ്രീ സേനാപതി വേണു, നിങ്ങൾക്ക് സോണിയാഗാന്ധി വരെയാണ് വിശ്വഗുരു. ഇപ്പൊ നിങ്ങളുടെ വിശ്വഗുരു രാഹുൽ ഗാന്ധിയാണ്. അല്ല, ഇപ്പോൾ നിങ്ങളുടെ വിശ്വഗുരു രാഹുൽ ഗാന്ധിയാണ്. പക്ഷെ ഈ രാജ്യത്തെ ജനങ്ങളുടെ 140 കോടി ജനങ്ങളുടെ വിശ്വഗുരു നരേന്ദ്രമോദിയാണ്. അതേപോലെ വ്യത്യാസം. ഈ ചർച്ചയുടെ കണ്ടന്റ് BJP എന്ന രാഷ്ട്രീയ പാർട്ടിയെ വളർത്താൻ ഇന്ത്യയിൽ പ്രയത്നിച്ച ഒരുപിടി നേതാക്കളെ മുഴുവൻ 75 എന്ന പ്രായപരിധിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് ഇപ്പോൾ തനിക്കിത് ബാധകമല്ല എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്ന ഈ കാര്യം, അതിനെക്കുറിച്ചുള്ള അഭിപ്രായം, അതിന്റെ ചർച്ചയാണ് നമ്മൾ നടത്തുന്നത്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഇതിനെ രാഷ്ട്രീയ ഇരട്ടത്താപ്പ് എന്ന് മാത്രമേ വിളിക്കാൻ കഴിയൂ മാഡം. ആര് ഏത് പബ്ലിക് ഡൊമൈനിൽ അല്ല, അങ്ങ് ഏത് പബ്ലിക് ഡൊമൈനിൽ എവിടെ വന്നു 75 എന്ന് പറയുന്നത് കട്ട് ഓഫ് ഏജ് ആണെന്ന് പറഞ്ഞിട്ട് വന്നത് കാണിച്ചു തരൂ. നിങ്ങൾ പറയുന്നതല്ലേ മാഡം 2013 അദ്വാനിക്ക് കർശനമായ നിർദ്ദേശം കൊടുത്ത, അടുത്ത ടൈമിൽ താങ്കൾ ഇല്ല എന്ന് കർശനമായ നിർദ്ദേശം കൊടുത്ത അന്നത്തെ RSS മേധാവിയായിരുന്ന മോഹൻ ഭാഗവതാണ്. അതായത് അന്ന് മോഹൻ ഭാഗവതും ശ്രീ നരേന്ദ്രമോദിയും ഏതാണ്ട് ഒറ്റ കൈയായിരുന്നു. അങ്ങനെ അദ്വാനിയെ RSS എന്ന് പറയുന്ന സംഘടന പൂർണ്ണമായിട്ടും സൈഡ് ലൈൻ ചെയ്തതിന്റെ ഫലം. കാരണം അദ്വാനിയുടെ കേസിൽ ഏറ്റവും, പ്രത്യേകിച്ച് വാജ്പേയിയുടെ ഒക്കെ കേസിനേക്കാൾ ഏറ്റവും ഗംഭീരമായിട്ട് പറയേണ്ട ഒരു പേര്, BJP അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ പറയേണ്ട ഒരു പേര് എന്ന് പറയുന്നത് ശ്രീ LK അദ്വാനിയുടേതാണ്. കാരണം ആ പാർട്ടി ഉണ്ടായത് മുതൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റർ ബോയ് ആയിട്ട് വാജ്പേയി നിന്നെങ്കിലും അതിന്റെ പിന്നിൽ നിന്ന് അതിന്റെ ഇന്ത്യയിലെ മുഴുവൻ ജനതയും, അതായത് 1-2 സീറ്റുകളിൽ നിന്ന് അവരെ ഭരണം വരെ എത്തിച്ച ഒരു വലിയ പ്രയത്നം എന്ന് പറയുന്നത് ശ്രീ LK അദ്വാനിയുടേതായിരുന്നു. LK അദ്വാനിയുടെ ക്രാഫ്റ്റ്മാൻഷിപ്പിന്റെയും കഠിന പ്രയത്നത്തിന്റെയും ഫലമാണ് ഇന്ന് BJP എത്തി നിൽക്കുന്ന ഈ ദൂരം അത്രയും. ആ അദ്വാനിയാണ് 2013 താങ്കൾ അടുത്ത ഇലക്ഷൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഒതുക്കി കളഞ്ഞത്. അന്ന് അതിന് നേതൃത്വം നൽകിയത് ശ്രീ മോഹൻ ഭാഗവതാണ്. കാരണം വെച്ചാൽ പ്രായം കടമോ എന്നുള്ളതായിരുന്നു അതിന് പറഞ്ഞ ഒരു കാരണം. അങ്ങനെയാണ് വൃണത ഹൃദയനായിട്ട് ശ്രീ LK അദ്വാനിക്ക് രാഷ്ട്രീയത്തോട് ആൾമോസ്റ്റ് വിട പറഞ്ഞു പോകേണ്ടി വന്നതും. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു പുതിയ താരോദയം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാവും. ഞാൻ ചോദിക്കുന്ന മാഡത്തോട് ചോദിക്കുന്ന മാഡത്തോട് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഇൻ കേസ് നാളെ നരേന്ദ്രമോദി വിരമിക്കൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഇല്ലേ? നാളെ വിശ്വഗുരുവായ നരേന്ദ്രമോദി സ്വയം തീരുമാനിച്ചിട്ടൊക്കെ ഞാൻ നാളെ താഴെ ഇറങ്ങാൻ പോവുകയാണ് എന്ന് പറയുന്നു. പറഞ്ഞു കഴിഞ്ഞാല് മാഡം നിങ്ങൾ ആരുടെ പേരായിരിക്കും നിങ്ങൾ പറയുക? ഒന്ന് പറയാമോ? ആര് സ്ഥാനം വെക്കും? ആരാണ് സ്ഥാനം വെക്കുക? ഞാനല്ലല്ലോ അത് പറയേണ്ടത്. അത് ആ സമയത്ത് ഞാനല്ലല്ലോ അത് പറയേണ്ടത്. ഞാൻ ഇതിന്റെ ഒരു എളിയ പ്രവർത്തക. ഞാൻ പറയട്ടെ, അല്ല എന്നോട് ചോദ്യത്തിന് ഉത്തരം പറയട്ടെ. താങ്കളുടെ സംശയത്തിന് ഉത്തരം പറയാം. ഞാൻ ആരുടെയും പേര് നിർദ്ദേശിക്കില്ല. അങ്ങനെ വ്യക്തിപരമായിട്ട് നിർദ്ദേശിക്കുന്ന ഒരു പരിപാടി ഇല്ല. ഇഷ്ടംപോലെ ആളുകളെ കുറിച്ച് അഭിപ്രായങ്ങൾ ഉണ്ടാവും.
പക്ഷേ ഇതിന് ഞങ്ങൾക്കൊരു പ്രോസസ്സ് ഉണ്ട് സാർ. നിങ്ങൾക്ക് അവിടെയാണ് മനസ്സിലാവാത്തത്. സോണിയാഗാന്ധി കഴിഞ്ഞാൽ പിന്നെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നതൊന്നും അല്ല ഞങ്ങൾക്ക്. ഞങ്ങളുടെ RSS എന്ന് പറയുന്ന ഫാക്ടറിയിൽ ഒട്ടനവധി മിടുക്കന്മാരായ പ്രാഗൽഭ്യമുള്ള നേതാക്കന്മാരുടെ നിര തന്നെയുണ്ട്. അതിലാര് വേണമെങ്കിലും വരും. ഒരു നരേന്ദ്രമോദിക്ക് പകരം 10 നരേന്ദ്രമോദി ആകാൻ കഴിവുള്ളവരുണ്ട് സാർ. ശരി, ശ്രീ മോഹൻ വർഗീസ്, ഇപ്പോൾ നരേന്ദ്രമോദി ഈ കത്തിജ്വലിച്ച് നിൽക്കുന്ന ഈ സമയത്ത് മറ്റൊരു നേതാവിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നാണല്ലോ. പക്ഷേ ആളില്ല എന്നല്ലല്ലോ അതിനർത്ഥം, അങ്ങനെയാണോ? ഇല്ല, ആളില്ല എന്നല്ല അർത്ഥം. ഒരു വിജയ ഫോർമുലയെ ഇപ്പോൾ എന്തിനു മാറ്റി പരിശോധിക്കണം എന്ന ഒരു ചിന്ത ഒരുപക്ഷെ BJPക്കുള്ളിൽ പ്രബലമാണ്. മോദി അമിത്ഷാ ഇതൊരു കൂട്ടുകെട്ടാണ്. ഇത് ഒരുതരം ഈ ക്രിക്കറ്റിലൊക്കെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ഒരു പെയറാണ്, അല്ലെങ്കിൽ ഓപ്പണിംഗ് ബൗളേഴ്സ് ഒരു പെയറാണ്. ദേ ഹണ്ട് ഇൻ പെയർ എന്ന് പറയുന്ന പോലെ, ദേ റൂൾ ഇൻ പെയർ. അപ്പോൾ ഇവിടെ കാര്യമായ അലോസരമൊന്നും തന്നെ മോദിയുടെ നേതൃത്വത്തെക്കുറിച്ച് മന്ത്രിസഭയ്ക്കുള്ളിലോ പുറത്തോ പാർട്ടിക്കുള്ളിലോ ഒന്നും തന്നെ വരുന്നില്ല. അതുകൊണ്ടൊരു സർവ്വസമ്മതൻ എന്ന ഒരു ഇമേജ് പാർട്ടിക്കുള്ളിൽ, അത് പൊതുസമൂഹത്തിൽ മോദി വിമർശനത്തിന് അതീതനല്ല. അദ്ദേഹത്തെ അധികാരം കൈപ്പിടിയിൽ ഒതുക്കി വെച്ചിരിക്കുന്നതുകൊണ്ടല്ലേ പാർട്ടിയുടെ അധികാരം കൈപ്പിടിയിൽ, ഭരണസമിതിയുടെ നിയന്ത്രണവും അധികാരത്തിന്റെ നിയന്ത്രണവും ഏകപക്ഷീയമായിട്ടൊരു ഒരു കംപ്ലീറ്റ് ഒരു ഏകാധിപത്യ മോഡൽ കംപ്ലീറ്റ് ആയിട്ട് കൈപ്പിടിയിൽ ഒതുക്കി വെച്ചിരിക്കുന്നതുകൊണ്ടല്ലേ അടുത്തൊരു പേര് ഉയർന്നു വരാത്തത്. വിമർശനത്തിന് ഞാൻ പറഞ്ഞല്ലോ, വിമർശനത്തിന് അതീതനല്ല ഒരു രാഷ്ട്രീയ നേതാവും. പ്രധാനമന്ത്രി പോലും വിമർശനത്തിന് അതീതനല്ല. മോദി, ഞാൻ വളരെ ക്രിട്ടിക്കലാണ് മോദി വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടാത്തതിനെ കുറിച്ച് ഞാൻ വളരെ ക്രിട്ടിക്കലാണ്, പല ആവർത്തി പറഞ്ഞിട്ടുള്ളതുമാണ്. കാരണം എന്തുകൊണ്ട് മാധ്യമങ്ങളെ നേരിട്ട് ഫേസ് ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കുന്നു. പക്ഷേ മോദി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ശൈലി എന്ന് പറയുന്നത് പൊതുജനങ്ങളോട് സംവദിക്കുക, അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് ഐ ഹാവ് നത്തിങ് ടു ഹൈഡ് എന്നുള്ളൊരു ശൈലിയാണ്. ഒരുപക്ഷെ ആ ശൈലി അദ്ദേഹത്തിന് വിട്ടുകൊടുക്കൂ. അത് മാധ്യമങ്ങൾക്ക് എന്താണ് ലഭിക്കാനുള്ളത് എന്നുള്ളത് പൊതുസമ്മേളനത്തിൽ എടുക്കുകയാണ്. അവിടെയാണ് ആ ഒരു വിയോജിപ്പിരിക്കുന്നത്. ജനാധിപത്യമാണോ? ഇവിടെയാണ് അത് വിമർശനത്തിന് അതീതനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ജനാധിപത്യമാണോ എന്ന് ചോദിച്ചാൽ ജനാധിപത്യത്തിന് പല മാതൃകകളുണ്ടാവും. അത് മോദി അഡോപ്റ്റ് ചെയ്യുന്ന ഒരു ശൈലിയാണ്, അദ്ദേഹത്തിൻ്റെ ശൈലിയാണ് നമുക്ക് വിമർശിക്കാൻ സാധിക്കുന്നത്, അല്ല ജനാധിപത്യത്തിൻ്റെ ക്വാളിറ്റി അല്ല. അതിന് എത്രയോ നേതാക്കളുണ്ട് കാര്യങ്ങൾ പറയാൻ. അല്ല, ഞാനൊരു മഞ്ജുഷ് ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ? ശരി, അല്ല, ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ സാർ, ഇടപെട്ട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ? ഈ ജനാധിപത്യത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്ന അങ്ങോട്ട് ഞാൻ ചോദിക്കട്ടെ. നെഹ്റു കഴിഞ്ഞാൽ ഇന്ദിര കഴിഞ്ഞാൽ രാജീവ് കഴിഞ്ഞാൽ സോണിയാഗാന്ധി പുറകിൽ നിന്നിട്ടാണെങ്കിലും നമ്മൾ കണ്ടു, ലോകരാജ്യങ്ങളുടെ നേതാക്കന്മാർ വരുമ്പോൾ മൻമോഹൻ സിംഗ് അല്ല കൈ കൊടുത്തത്, സോണിയാഗാന്ധിയാണ് കൈ കൊടുക്കുന്നത്. സോണിയാഗാന്ധിയാണ് സ്വീകരിച്ചുകൊണ്ട് പോകുന്നത്. പറയുന്നത് സോണിയ കഴിഞ്ഞാൽ രാഹുൽ. ഇതാണോ ജനാധിപത്യം? ഇതാണോ ജനാധിപത്യം? അല്ല, എന്റെ ചോദ്യം ഇതാണോ ജനാധിപത്യം? അങ്ങ് പറയുന്നത് പ്രതിപക്ഷ ഡെലിഗേഷനെ കാണുന്ന ചിത്രങ്ങളാണ്. ആ ചിത്രങ്ങളുടെ എല്ലാ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങ് അതിനു മുമ്പും എത്രയോ ഇൻസിഡന്റ് ഉണ്ടായി. എത്രയോ ഇൻസിഡന്റ് ഉണ്ട് സാർ, എത്രയോ ചിത്രങ്ങൾ പുറത്തിറങ്ങിയിരിക്കുന്നു. അപ്പൊ അതാണോ ജനാധിപത്യം എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഒരു കുടുംബത്തിൽ എല്ലാവരും പ്രധാനമന്ത്രിമാരാണ് ജനാധിപത്യം. ഇവിടെ വാജ്പേയി അതെ, ഞങ്ങളുടെ കുടുംബം RSS ആണ്. ഈ നേതാക്കൾ ആരും ഓട് പൊളിച്ചു കയറി വന്നവരല്ലല്ലോ. ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാണെങ്കിലും പ്രധാനമന്ത്രിക്ക് കിട്ടിയതിനേക്കാൾ 3 ഇരട്ടി വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് നിങ്ങളിപ്പോൾ ഈ ആരോപണം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഇത് പറയുന്നത് ശ്രീ രാഹുൽ ഗാന്ധി അത് ഉത്തർപ്രദേശിൽ ജയിച്ചിട്ടുള്ളത്. ഇവരെല്ലാം ജനങ്ങളാണെന്നേ തെരഞ്ഞെടുത്തിട്ടുള്ളത്, അല്ലാതെ പാർലമെന്റിൽ ഓട് പൊളിച്ചിറങ്ങിയവരൊന്നും അല്ലല്ലോ. ഇന്ത്യയിൽ നടക്കുന്ന ജനാധിപത്യ പ്രക്രിയ, ആ ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങൾ അവർക്ക് സ്വീകാര്യരായവരെ അവര് തീരുമാനിക്കുന്നു. കോൺഗ്രസിന്റെ നേതാക്കന്മാര്, അവർ പ്രധാനമന്ത്രിമാരോ നേതാക്കളോ ഒക്കെ ആയിട്ടുള്ളത് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ്. ആരും അതല്ലാതെ പിൻവാതിൽ നിയമനത്തിലൂടെ ഒന്നും വന്നിട്ടുള്ളതല്ല. അത് നാളെയും അങ്ങനെ ഉണ്ടാവുള്ളൂ. ജനങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ആ ജനങ്ങളുടെ മുമ്പിൽ ഉണ്ടാകും. ആ ജനങ്ങൾ സ്വീകരിക്കുന്നില്ല, അവർ തിരസ്കരിക്കുകയാണ് എങ്കിൽ അത് തിരസ്കരിക്കപ്പെട്ടു പോകും. അതല്ലാതെ കുടുംബവാഴ്ച എന്നുള്ള പേര് പറഞ്ഞോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടോ അത് ഇന്നലെയൊന്നും അല്ലല്ലോ. അവര് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് അവരുടെ കുടുംബം സ്വാതന്ത്ര്യ സമരത്തിലും ആ പൊതു രാഷ്ട്രീയ ധാരയിലും എല്ലാം ഉണ്ടായിരുന്നല്ലേ, അല്ലാതെ ഒരു സുപ്രഭാതത്തിലൊന്നും വന്നവരല്ലോ. അവർ നിരന്തരമായ രാഷ്ട്രീയ പ്രവർത്തനവും ആ പ്രവർത്തനത്തിന്റെ ഭാഗവും ഒക്കെ ആയിട്ട് ഉള്ളവരാണ്. അപ്പോ അതിനെ ഒന്നും കുടുംബവാഴ്ചയെന്നോ ഒക്കെ പറഞ്ഞ് നിർത്തുകയാണ്. നന്ദി ശ്രീ സേനാപതി വേണു, ശ്രീ CB സത്യൻ, ശ്രീമതി TP സിന്ധുമോൾ, ശ്രീ മോഹൻ വർഗീസ്. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: 75-ാം വയസ്സിലും മോദി മാജിക് തുടരുന്നുവെന്ന് 53% പ്രേക്ഷകർ, അല്ല എന്ന് 45%. വേണ്ടിപ്പേര് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.